നിന്റെ നാമം ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. സകലം അവൻ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും വിളങ്കാലുകളൊക്കെ അടങ്ങുന്ന യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവത്തിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങൾ സകല പിശാചിന്റെ തന്ത്രങ്ങൾക്ക് വിരോധമായി ക്ഷേമനിൽക്കുകയാണ്. ആരാധനയ്ക്ക് വിരോധമായി, ശുശ്രൂഷകൾക്ക് വിരോധമായി, ദൈവജനത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വിരോധമായി, ഭക്ഷണത്തിലെ ദൈവജനം അനുഗ്രഹിക്കപ്പെടുന്നതിന് വിരോധമായി, അവരുടെ നന്മകളെ പിടിച്ചു വെച്ചുകൊണ്ട്, അവരുടെ അനുഗ്രഹങ്ങളെ പിടിച്ചുകൊണ്ട് ദൈവരാജ്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നടക്കുവാൻ കഴിയാതെ ഇരുട്ടിന്റെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന അന്ധകാല ലോകാധിപതികളെ, ദുഷ്ടാത്മ സേനകളെ, സ്വർലോകത്തിലെ അന്ധകാല സാക്ഷികളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പറഞ്ഞ പിടിച്ചു യേശുവിന്റെ നാമത്തിൽ ദുഷ്ടശക്തികളെ ഞങ്ങൾ ഗർഭിക്കുന്നു. അവന്റെ പ്രവൃത്തികളെ ഞങ്ങൾ നിഷ്ഫലമാക്കുകയാണ്. പിശാചിന്റെ പ്രവൃത്തികളെ ഞങ്ങൾ ഹരിക്കുന്നു. ഇപ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിന്റെയും സൗഖ്യത്തിന്റെയും ആനാൻ വിടുവരുടെയും ആത്മാവ് അനുഭവങ്ങൾ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ശരീരങ്ങൾ സ്വന്തമാക്കിയവരെ നന്ദി. കർത്താവേ, ശരീരത്തെ ഭാരപ്പെടുത്തിയിരുന്ന രോഗബന്ധനങ്ങളിൽ നിന്ന് ജനത്തിന് വിടുവിച്ചതിനെ നന്ദിയപ്പ. അതിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകട്ടെ, അവരുടെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകട്ടെ. കർത്താവേ, സ്ത്രീകൾക്ക് ഭേദം വരുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇന്ന് മകളുടെ വ്യാപരിക്കട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സകല പ്രാർത്ഥനകളെ കേട്ട് ഉത്തരം നൽകുക എനിക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ നന്ദിയോടെ സുമിതാട്ടെ. വേദഭാഗത്തിലേക്ക് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കടന്നു വരാം. ലേഖനം 5-ാം അധ്യായം അതിന്റെ 4-ാം വാക്യവും 5-ാം വാക്യവും പെട്ടെന്ന് വായിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചത് ഒക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. ദൈവത്തിന്റെ പുത്രന്മാരുടെ വെളിപ്പാടിനെ സൃഷ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന അടിസ്ഥാനപരമായ വേദഭാഗത്തിൽ നിന്നുമാണ് നമ്മൾ ഈ ധ്യാനം കൂടി ചിന്ത തുടങ്ങിയത്. റോമാലേഖനം 8-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിന്നുമാണ് നമ്മൾ ഈ പഠനം ആരംഭിച്ചത്. ആഴ്ചകൾ കഴിഞ്ഞ് ഇങ്ങനെ മുൻപോട്ടായിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഓരോ ദിവസവും നമ്മെ ആഴമായ പല സത്യങ്ങളിലേക്ക് നടത്തുന്നതോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവപുത്രന്റെ വെളിപ്പാട് യഥാർത്ഥമായ ഒരു ദൈവത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവസഭയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് അത് കടന്നു വരുമ്പോൾ, അപ്പോഴാണ് ശരിക്കും അവർ ദൈവരാജ്യത്തിനകത്തുള്ള ആളായി മാറുന്നത്. രക്ഷിക്കപ്പെട്ട അഭിഷേകം പ്രാപിച്ച ഓരോ ദൈവമക്കൾക്കും, ഓരോ സഹോദരൻ, ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ഇപ്പോൾ ആയിരിക്കുന്നത് മറ്റൊരു ലോകത്തിലാണ്, മറ്റൊരു രാജ്യത്തിലാണ്. ആ രാജ്യത്തെയാണ് ദൈവത്തിന്റെ വചനം ദൈവരാജ്യമെന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്ര. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ് ദൈവത്തിന്റെ രാജ്യമെന്ന് അപ്പോസ്തലനായ പൗലോസ് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മക്കളായി ആയിരിക്കുന്ന ഞാനും നിങ്ങൾ കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ആഴ്ച നമ്മൾ പഠിച്ചു, ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് ദൈവത്തിന്റെ പുത്രൻ. ആരാണ് ദൈവപുത്രൻ? ദൈവപുത്രന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ പഠിച്ചത്. അങ്ങനെ ഈ ദൈവപുത്രൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ ജനിക്കുന്നത് മാത്രമാണ് ദൈവപുത്രൻ. പരിശുദ്ധാത്മാവിനാൽ ജനിക്കാത്തതൊന്നും ദൈവപുത്രനല്ല. ഇവിടെ ലോകത്തെ ജയിക്കുന്ന ഒരു ജയാളിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ഈ ലോകം എന്താ? ലോകം എന്ന് പറഞ്ഞാൽ എന്താ? എത്ര പറഞ്ഞാൽ ഭൂമി, വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകം. എത്ര പറഞ്ഞാൽ ലോകമല്ല, എത്ര പറഞ്ഞാൽ എന്താ? ഭൂമി. ഭൂമിയാണ് സംഭാവന അർത്ഥം കരുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് നയത്താണ് വിളിക്കുന്നത് ഭൂമി. വേൾഡ്, ലോകം. ഈ ലോകം എന്ന് പറയുന്നത് 3 പ്രത്യേക നിലകളിൽ ദൈവത്തിന്റെ വചനം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. ഈ
ലോകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ലോകത്തിന്റെ ആഡംബരങ്ങളും മറ്റ് സുഖ സൗകര്യങ്ങളും ഇതെല്ലാമാണ് ലോകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ലോകം എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും എന്ന് പറയും ലോകം. അതായത് സൂര്യന്മാരെന്ന ഭൂമിയിലുള്ള അവരുടെ അവസ്ഥ അല്ലെങ്കിൽ ആളുകളെല്ലാവരും ചേർത്ത ലോകം എന്ന് പറയാറുണ്ട്. അതെ. പിന്നെ എന്താ പറയുന്നത്? ലോകമോ അവനെ അറിഞ്ഞില്ല. ലോകം നിങ്ങളെ അറിയുന്നില്ല. ലോകം എന്നെ അറിയാത്തത് കൊണ്ട് ലോകം നിങ്ങളെ അറിയുന്നത്. യേശുവിനെ അറിയാത്ത ഒരു മേഖലയുണ്ട്, അതാണ് ലോകം. യേശുവിനെ അറിയത്തില്ല, യേശുവിന്റെ മക്കളെ അതിന് അറിയത്തില്ല. എന്നാൽ നാം ലോകത്തിലുള്ളവരല്ല. കർത്താവിന്റെ വചനത്തിൽ നിങ്ങളെ ലോകത്തിൽ നിന്നുമാണ് എന്തിരിക്കുന്നു, എടുത്തിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ആർക്കുള്ളവരല്ല, ലോകത്തിലുള്ളവര് അല്ല. അപ്പോ ലോകത്തെ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. അവൻ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ള വേദഭാഗം തന്നെയാണ്. ലൂക്കോസ് 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ, അവന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അവന്റെ ചിന്തയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതുവരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ മരിച്ചിട്ട് വേറൊരു മനുഷ്യൻ എന്ത് ചെയ്യാൻ അവിടെ ഉത്ഭവിക്കുകയാണ്. കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെയാണോ നമുക്ക് വീണ്ടും സംഭവിച്ചത്? അങ്ങനെയാണോ നമുക്ക് വീണ്ടും സംഭവിച്ചത്? അങ്ങനെ എല്ലാവരും തെറ്റിപ്പോൾ. അങ്ങനെയാണ് വീണ്ടും സംഭവിക്കേണ്ടത്. പരിശുദ്ധാത്മാവിനല്ല നിങ്ങൾ ക്രിസ്തുവിനെ അറിയുമെങ്കിൽ, പരിശുദ്ധാത്മാവിനല്ലാതെ നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് വന്നെങ്കിൽ അത് തെറ്റിപ്പോയി. അത് നിങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരുടെ നിലയിലേക്ക് വന്നിട്ടില്ല. ദൈവപുത്രനാകണമെങ്കിൽ, ദൈവത്തിന്റെ മകനാകണമെങ്കിൽ, ദൈവത്തിന്റെ മകളാകണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ജനനം നിനക്ക് സംഭവിച്ചിരിക്കണം. ഈ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ജനം നമുക്ക് എങ്ങനെ സംഭവിച്ചതറിയാമോ? നമ്മൾ സുവിശേഷം കേട്ടപ്പോൾ, സുവിശേഷത്തിൽ വിശ്വസിച്ച് കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി ഹൃദയത്തിൽ വിശ്വസിച്ച് വായ്പണ്ടി ഏറ്റു പറഞ്ഞപ്പോൾ നമ്മൾ ആരെ മാറി? ദൈവത്തിന്റെ മകനായി മാറി. ഈ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ആരാണെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വന്നപ്പോഴ ഈ പ്രവൃത്തി അതിനകത്ത് സംഭവിച്ചത്. നമ്മൾ ആരെ മാറി? ആ പഴയ മനുഷ്യൻ മരിച്ചിട്ട്, അല്ലെങ്കിൽ പഴയ മനുഷ്യൻ നീങ്ങിപ്പോയിട്ട്, കരിഞ്ഞു പോയിട്ട് ഒരു പുതിയ ദൈവ മനുഷ്യന്റെ അകത്ത് ഉടലെടുക്കാൻ തുടങ്ങി, ഉത്ഭവിക്കാൻ തുടങ്ങി. ആ ഉത്ഭവിച്ച അകത്ത് ജനിച്ച ആ പുതിയ മനുഷ്യനെയാണ് അതെന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ അഥവാ വിശുദ്ധ പ്രജ അഥവാ ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മകളെന്ന് വിശേഷിപ്പിക്കുന്നത്. അകത്ത് പരിശുദ്ധാത്മാവിനാൽ ജനിച്ചിരിക്കുന്ന ആ പുതിയ മനുഷ്യനെ. എത്ര പേർക്ക് മനസ്സിലായി പറഞ്ഞത്? എത്ര പേർക്ക് വ്യക്തമായിരിക്കും? ഈ പുറമെ കാണുന്ന ഈ ശരീരത്തെ അല്ല ദൈവപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അകത്തൊരു മനുഷ്യനുണ്ട്. ആർക്കും കാണാൻ കഴിയാത്ത ഒരു മനുഷ്യൻ. ആർക്കും കാണാൻ കഴിയാത്ത ഒരാളിന് അകത്തുണ്ട്. ആ ആളെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവത്തിന്റെ പുത്രൻ. ദൈവപുത്രൻ പുറത്തു വരാൻ വേണ്ടി സൃഷ്ടിയാകാംക്ഷയുള്ള അപ്പൊ നമ്മളിവിടെ വായിച്ചു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിക്കുന്നു. അപ്പൊ ലോകത്തെ ജയിക്കണം. കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രനെന്ന് അങ്ങനെ പല സാക്ഷികളാൽ നിർണ്ണയിക്കപ്പെട്ടതാണെന്ന് പറയാം. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗബ്രിയേൽ മറിയോട് പറയുകയാണ്, ആത്മാവ് നിങ്ങളുടെ വരുമ്പോൾ ജനിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് യേശു യോർദാനിൽ നിന്ന് കയറുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം വരിക, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോസ്തലന്മാരോട്, തന്റെ ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, അങ്ങനെ ജാതികൾ ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഒരുപാട് ചിലർ നിന്നെ കുറിച്ച് ഏലിയാവെന്ന് പറയും, ചിലർ നിന്നെ കുറിച്ച് പ്രവാചകന്മാരെടുത്ത് പറയും, ചിലർ നിന്നെ കുറിച്ച് അങ്ങനെ എങ്ങനെയൊക്കെ പറയുന്നുണ്ട്. യേശു ചോദിച്ചു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ പറഞ്ഞു, നീ ജീവൻ
ദൈവമാനവരെ കാലഘട്ടത്തിൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദൈവം കർത്താവായ യേശു നേരിട്ട് അഭിനന്ദിച്ച നീ ഭാഗ്യവാനാണെന്ന് പറഞ്ഞത് നീ ദൈവപുത്രനെ പറഞ്ഞപ്പോഴാണ്. അതാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിച്ചത്. ഒന്നിയാം ലേഖനത്തിലേക്ക് വരാം. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസത്തെ. അപ്പൊ ലോകത്തെ ജയിക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താലാണ് ലോകത്തെ ജയിക്കുന്നത്. ഈ വിശ്വാസത്താൽ ലോകത്തെ ജയിക്കാന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വിശ്വാസത്തിൽ നിന്ന് വരാത്തതെല്ലാം പാപം. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപം. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എന്താണ് ആ വിശ്വാസം? യേശു ദൈവപുത്രനെ വിശ്വസിക്കുന്നവൻ ആരാണോ അവൻ ലോകത്തെ ജയിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ ലോകത്തിന്റെ പ്രശ്നം എന്തിനാ ലോകത്തെ ജയിക്കുന്നത്? വേറെ എത്ര അല്ലേ? സുവിശേഷം പറയാനുണ്ട്, ആൾക്കാർക്ക് പ്രാർത്ഥിക്കാനുണ്ട്, നമ്മുടെ മക്കളുടെ കാര്യം നോക്കണം, നമ്മുടെ സഭയുടെ കാര്യം നോക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടക്കുമ്പോൾ ലോകത്ത് ജയിക്കാൻ പോകണമെങ്കിലും ലോകം വെറുതെ ഇരുന്നോട്ടെ, നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോകാം. അങ്ങനെ പറ്റൂ? അങ്ങനെ പറഞ്ഞാൽ പറ്റൂ? ഓ, ലോകത്ത് ജയിക്കാൻ എനിക്ക് സമയമില്ല. ഈ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ല, ശ്വാസം വേണം. ജയിക്കണമെങ്കിൽ എന്ത് നടക്കണം? ഒരു കാര്യം നടന്നാലേ ജയവും തോൽവി അറിയുമെങ്കിൽ സംഭവിക്കണം. ഒരു മത്സരം അല്ലെങ്കിൽ ഒരു പോരാട്ടം ഉണ്ടാകണം. അപ്പൊ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. വിശ്വാസത്താൽ ഈ ലോകത്തെ ജയിക്കണമെങ്കിൽ വിശ്വാസത്താൽ ലോകത്തോട് എന്ത് ചെയ്യണം? പോരാടിക്കൊണ്ടേ ഇരിക്കണം. കർത്താവിന്റെ സുവിശേഷത്തെ വിശ്വാസത്താൽ ലോകത്തോട് പോരാടുന്നവർ മാത്രമേ വിശ്വാസത്താൽ ലോകത്തെ ജയിക്കുവാൻ കഴിയുള്ളൂ. സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് നമുക്ക് വേദത്തിൽ വരാം. യോഹന്നാന്റെ സുവിശേഷം 1:12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തു. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നത് അങ്ങനെയല്ല. ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നതിന് വ്യത്യാസമുണ്ട്. അങ്ങനെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിലേക്ക് ഇങ്ങനെ വരുന്നു. But as many as received him, to them gave he power to become the sons of God, even to them that believe on his name. Sons of God. Hallelujah. മലയാള പുസ്തകത്തിൽ ദൈവ മക്കളാക്കാൻ അധികാരം കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ പറയുന്നു, KJV പറയുന്നു, അങ്ങനെ സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രന്മാരാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. പ്രൈസ് ഗോഡ്. എല്ലാ മക്കളും പുത്രന്മാരല്ല. മക്കൾ നടക്കിക്കൊണ്ട് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. പുത്രന്മാരെന്ന് പറയുന്നതിനും വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. പരിഭാഷ പ്രശ്നം മാത്രമാണ്. തമിഴ് ബൈബിളിൽ പറയുന്നത് ദേവരുടെ കുമാരകൾ എന്ന് ആകുമ്പടി അധികാരത്തെ കൊടുക്കാൻ ദൈവത്തിന്റെ കുമാരന്മാർ പുത്രന്മാരാകാൻ അധികാരം കൊടുത്തിരിക്കുന്നുവെന്നാണ്. ഇനി മറ്റൊരു സ്ഥലത്ത് ദൈവമക്കൾ എന്ന് പറയുന്നതിനെ ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവത്തിന്റെ പുത്രന്മാർ പറയുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കും. 3-ാം അധ്യായത്തിലേക്ക് 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇംഗ്ലീഷ് KJV അങ്ങനെയല്ല. Behold, what manner of love the Father has bestowed upon us, that we should be called as the sons of God. Hallelujah. We should be called as. We should be called as എന്താണ്? നിർബന്ധമായി പുത്രന്മാരെ വിളിക്കണമെന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ നിർബന്ധമായി ആരുടെ മാറണം?
ദൈവത്തിന്റെ പുത്രനായി മാറണം. കർത്താവിനെ സ്തുതിച്ചത് കാര്യമില്ല. നീ ദൈവത്തിന്റെ പുത്രനായി മാറാതെ ദൈവത്തിന്റെ അപ്പന്റെ സ്വന്തം അങ്ങനെ ചിലർ പറയാം എന്റെ മകനെ പോലെയാ. ഈ മകനെ പോലെ എന്ന് പറഞ്ഞാൽ മകനാവൂ ഓട്ടോയിൽ ഒത്തിരി അരുണിന്റെ പ്രായക്കാരുണ്ട്, അരുണിന്റെ അനിയന്റെ പ്രായക്കാരുണ്ട്. എന്റെ മോനെ പോലെ അടുത്ത വീട്ടുകാരുണ്ട്, എന്റെ മോനെ പോലെയാ. പക്ഷെ അവർ ആരും അരുണിനെ പോലെ ആകത്തില്ല. ആവോ? കാരണം എന്താ? അരുണിനെ മാപ്പിള പ്രസവിച്ചു, പച്ചപ്പയന്മാരെ പ്രസവിച്ചു. അപ്പൻ ചിലപ്പോ പറയും എന്റെ മോനെ പോലെ, എന്റെ സഹോദരിയുടെ മോനെ ഭയങ്കര സ്നേഹമായിരിക്കും. എപ്പോ പോയാലും 10 ലക്ഷം പേർക്ക് പലഹാരം വന്നിട്ട് പുറത്തു പലഹാരം മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്ത് കൊടുക്കത്തില്ല? അവകാശം കൊടുക്കത്തില്ല. കർത്താവിന്റെ മക്കളെന്ന് പൊതുവായി വിളിക്കപ്പെടുന്നവർക്ക് അബ്രഹാമിലേക്ക് വരാം. അബ്രഹാമിന് ഒത്തിരി മക്കളുണ്ടായിരുന്നു. അത് വാക്തത്വത്താൽ ലഭിച്ച സന്തതി ഇസ്ഹാക്ക് മാത്രമായിരുന്നു. ഇസ്മായിൽ വാക്തത്വം ലഭിച്ച സന്തതി വരുന്നതിന് മുൻപേ ഇസ്മായിൽ എന്ന സന്തതി ഉണ്ടായി. മാത്രമല്ല സാറായുടെ വർഗശേഷം കെതൂറ എന്ന സ്ത്രീയെ അവർ പങ്കെടുത്തു. അവരിലും ധാരാളം മക്കൾ അവന് ജനിച്ചു. പക്ഷേ കർത്താവിന്റെ വചനം പറഞ്ഞു അബ്രഹാം തന്റെ ദാസിയുടെ മക്കൾക്ക് ദാനങ്ങളെ കൊടുത്തു. തന്റെ മകനായ ഇസ്ഹാക്കിനോ സകല അവകാശങ്ങളും കൊടുത്തു. നമ്മളെല്ലാം അടക്കിക്കുട്ടിയുടെ മക്കളല്ല, നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിന്റെ പുത്രന്മാർക്ക് അവനെ കൈക്കൊണ്ട് അവനെ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അഥവാ ദൈവത്തിന്റെ പുത്രന്മാരാകുവാൻ യേശു അധികാരം കൊടുത്തിരിക്കുകയാ. ഇത് മകക്കാലത്തിന്റെ ദൈവങ്ങളെ, നീ ഒരു വെറും മകന്റെ സ്ഥാനത്തല്ല, നീ ദാസിയുടെ മകന്റെ സ്ഥാനത്തല്ല. ആ ദാസിയുടെ മകന്റെ സ്ഥാനത്താകുമ്പോൾ ഒരു ചില ദാനങ്ങൾ ലഭിച്ചിരിക്കും. ഒരു സൗഖ്യം, രോഗസൗഖ്യം ഒരു ദാനം. കുറച്ച് സാമ്പത്തിക അനുഗ്രഹം ഒരു ദാനം പോലെ. നിങ്ങളൊന്ന് യേശുവേ കർത്താവേ നിന്റെ നാമത്തെ വിശ്വസിക്കുന്നു, എനിക്ക് ജോലി തരണമേ, എനിക്കൊരു നല്ല ഭവനം തരണമേ, എന്റെ ശരീരത്തിന് സുഖം തരണമേ, ഒക്കെ കർത്താവിനെല്ലാം തരും. പക്ഷേ അവന്റെ നാമത്തെ വാസ്തവമായി വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവനെ നിന്റെ രക്ഷിതാവായും ദൈവമായും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായു കൊണ്ട് ഏറ്റു പറഞ്ഞ് അവന്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനമേറ്റ് അവന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നീ ദൈവത്തിന്റെ പുത്രനായി മാറുന്നില്ല എങ്കിൽ അവകാശത്തിന് നീ യോഗ്യനല്ല, നീ ദാനങ്ങൾക്ക് മാത്രം യോഗ്യൻ. ദാനം മാത്രം കിട്ടുന്ന മക്കളുമുണ്ട്, അവകാശം കിട്ടുന്ന പുത്രങ്ങളുണ്ട്. എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ദാനം കിട്ടുന്ന മക്കളുടെ സ്ഥാനത്താണോ അവകാശം കിട്ടുന്ന പുത്രന്റെ സ്ഥാനം? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒറ്റയടിക്കുന്ന മക്കളെന്ന് പറയും. ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാവരും. പക്ഷെ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരെന്ന് ഞാൻ ധൈര്യമായിട്ട് പറയും. സ്നാനപ്പെടാത്തവരെ ആ പുത്രത്വത്തിലേക്ക് എന്തിനില്ല വരുന്നതിലേക്ക് പൂർണ്ണമായി ആരെടുത്ത് വച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ദൈവരാജ്യത്തിന്റെ വർഷത്തിലേക്ക് വന്നിട്ടില്ല. നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നു, സത്യമാണ്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നു, സത്യമാണ്. യേശുവിനെ സ്തുതിക്കുന്നു, സത്യമാണ്. അവന്റെ ആരാധനയ്ക്ക് എല്ലാ നാളുകളിലും പങ്കെടുക്കുന്നു, സത്യമാണ്. നിങ്ങൾക്ക് സ്തോത്രകാഴ്ച കൊടുക്കുന്നുണ്ട്, വിശുദ്ധപ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്, സുവിശേഷം പറയുന്നത് എല്ലാം ശരിയാണ്. എന്നാൽ അവനെ കൈക്കൊണ്ട് അവനെ കൈക്കൊള്ളണം, അവനെ സ്വീകരിക്കണം, അവനെ ഏറ്റുപറഞ്ഞണം, അവന്റെ നാമത്തെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ പുത്രനാണ്. ദാനം മാത്രമേ കിട്ടൂ. ദാനം മാത്രം പോകുന്നവരാണ്. കർത്താവിന്റെ വചനം ദാസ എന്നേക്ക് വീട്ടിൽ വസിക്കുന്നില്ല, ദാസൻ എന്നേക്ക് വീട്ടിൽ എത്തിയുന്നില്ല, വസിക്കുന്നില്ല. പുത്രനല്ലാത്ത ദാസനെ പുറത്താക്കി. ആമേൻ. പുത്രൻ അവകാശി വരുമ്പോൾ ദാസൻ എന്നേ പറ്റൂ, പുറത്തു പോയേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പുറത്തു പോകേണ്ടവരല്ല. നാം ദൈവരാജ്യത്തിനകത്തോ ദൈവരാജ്യത്തിന്റെ അന്ത്യത്തിലേക്ക് അതിന്റെ യഥാർത്ഥ വെളിപ്പാടിലേക്ക് ഞാൻ നിങ്ങൾ വരേണ്ടതാണ്. ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടവരാണ് നമ്മൾ താഴ്വഴികൾക്ക് നശിച്ചു പോകേണ്ടവരല്ല. അബ്രഹാം നോക്കണം, അബ്രഹാമിന്റെ മക്കൾ കെതൂരുടെ മക്കൾ ഇങ്ങനെ വന്നിരിക്കുമ്പോ ഞങ്ങളുടെ അപ്പൻ അബ്രഹാമാണ്. ചിന്തിച്ചേ, കെതൂരുടെ മക്കളും പറഞ്ഞു ഞങ്ങളുടെ അപ്പന്റെ പേരെന്താ? സാറയുടെ മോനും പറഞ്ഞു എന്റെ അപ്പന്റെ പേര്. ചിന്തിക്കുക, സാറയുടെ മോൻ ഇസ്ഹാക്ക് പറയുന്നത് എന്താ? ഇസ്ഹാക്കിന്റെ ഇസ്ഹാക്കിന്റെ അപ്പന്റെ പേരെന്താ? ഇസ്ഹാക്ക് പറയും എന്റെ അപ്പന്റെ പേര് അബ്രഹാം. ഇസ്മായിലിനെ ചോദിക്കുക, ഇസ്മായിൽ പറയും എന്റെ അപ്പന്റെ പേര് അബ്രഹാം.
കേസുള്ള മക്കളെ ചോദിച്ചാൽ അവരും പറയും എന്റെ അപ്പന്റെ പേര് ഞങ്ങളുടെ എല്ലാവരും അപ്പന്റെ പേരാണ് അബ്രഹാം. പക്ഷെ കാര്യത്തോടടുത്തപ്പം അബ്രഹാം പറഞ്ഞു എനിക്ക് ഒരു മോനെ ഉള്ളൂ. കാര്യത്തോടടുത്ത് അബ്രഹാം പറഞ്ഞു എനിക്കൊരു മോനെ ഉള്ളൂ. ഇസ്മായിൽ പറഞ്ഞു എന്റെ അപ്പൻ അബ്രഹാമാണ്. കേട്ടുള്ള മക്കൾ പറഞ്ഞു എന്റെ ഞങ്ങളുടെ അപ്പനും അബ്രഹാമാണ്. പക്ഷെ അബ്രഹാമിനോട് ചോദിച്ചു അബ്രഹാം പറഞ്ഞു എനിക്കൊരു മോനെ ഉള്ളൂ. അവൻ ഇസ്ഹാഖാണ്. ആ ഭാഗ്യ പദവിയിലേക്ക് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്ന എങ്ങനെ ഭാഗ്യവതെന്ന് ലഭിച്ചത്? ഒന്നാമത് അധികാരം, ആ അധികാരത്തിലേക്ക് നാം വരുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുണ്ട്. രണ്ട് റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം. പിന്നെ ഭയപ്പെടേണ്ടവന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നിങ്ങൾ പ്രാപിച്ചത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് റോമാലേഖനത്തിൽ പൗലോസ് പറയുക അത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. ഈ പുത്രത്വത്തിന്റെ ആത്മാവ് പ്രാപിച്ചവരാണ് ദൈവരാജ്യത്തെ കണ്ടുകൊണ്ട് അവർക്ക് എന്ത് മാത്രമേ നോക്കമുള്ളൂ? സ്വർഗം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് നോക്കണ്ട. ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും നോക്കി നോക്കിയാൽ അവരെന്ത് ചെയ്യുന്നത്? യാത്ര ചെയ്യുന്നുണ്ട്. ഇതാണ് പുത്രനും മക്കളത്തോടുള്ള വ്യത്യാസം. പുത്രൻ എവിടെ നോക്കി യാത്ര ചെയ്യുന്നത്? ദൈവരാജ്യത്തിലേക്കോ എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വളരെ അബ്രഹാം പറഞ്ഞതുപോലെ ദൈവം ശില്പിയെ നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ആ പട്ടണത്തിന് വേണ്ടി ആര് കാത്തിരിക്കുന്നു? പരിശുദ്ധാത്മാവിനെ പ്രാപ്ത പുത്രന്മാർ കാത്തിരിക്കുകയാണ്. ആ രാജ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് വേറെ ചിലരുണ്ട്, അവർ പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ടില്ല. അവർ ഈ ലോകത്തിലേക്ക് നോക്കി തന്നിരിക്കുകയാണ്. അവൻ സന്മന്ത്രകളിൽ പോകും, കൂട്ടായ്മകളിൽ പോകും, ഗുണവിയോഗങ്ങളിൽ പോകും, വിടുതല ശുശ്രൂഷകളിൽ പോകും, ഹീലിംഗ് ലിസ്റ്റുകളിൽ പോകും, ഹീലിംഗ് എന്ന് വാങ്ങി, കുറെ അനുഗ്രഹത്തെ വാങ്ങി. അവിടെ മഴ മാറി, ഇവിടെ മഴ മാറി, തലവേദന മാറി, പനി മാറി, ക്യാൻസർ മാറി, ഒക്കെ നല്ലതാണ്. എല്ലാം പോയി 50,000 രൂപ തൂത്ത് കൊടുത്ത് വീട്ടിൽ പോകും. പിന്നെ അവർക്ക് ദൈവവും വേണ്ട, കർത്താവ് വേണ്ട, സഭയും വേണ്ട, ആരാധനയും വേണ്ട. അവരാരാ? പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നവരാ, പുത്രനായി ചെയ്യാത്തവരാ. എന്നാൽ വേറെ ചിലരുണ്ട്, അവൻ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ അടിക്കടി ഇങ്ങനെ അവൻ പടകിലായിരിക്കും. നന്നായിട്ട് സ്മൂത്തായി പെട്ടോണ്ടിരിക്കുന്നതായിരിക്കും. പെട്ടെന്ന് കൊടുങ്കാറ്റ് വരുന്നത്, അങ്ങോട്ട് പോകുന്ന വെള്ളം നിന്ന് കാണുന്നു. അവിടെ അല്ലേ മുമ്പോട്ട് ശക്തിയായി തെളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഈ കൊടുങ്കത്തിലേക്ക് നിന്ന് എന്ത് ചെയ്യാണ്? എപ്പോഴാണ് മുങ്ങുന്നതെന്ന് നോക്കിയിരിക്കണം നമ്മൾ. പക്ഷെ ഒരു കാര്യം ഓർക്കുകയായിട്ട് നമസ്കാരം നിന്റെ വള്ളത്തെ മുക്കാൻ കർത്താവ് അനുവദിക്കുന്നില്ല. അല്പനേരം ഒന്ന് തുടങ്ങിയാലും അവൻ ഈ ഇരുട്ട് മാറിപ്പോകുമ്പോൾ അവൻ കർത്താവിനുമായിരുന്നു. നേരം എടുത്തപ്പോൾ ആ സ്ഥലത്ത് ശാന്തത വന്നപ്പോൾ അവർ യേശുവിനെ ബോട്ടിൽ കയറ്റുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അപ്പോൾ തന്നെ അവർ കരയ്ക്കകത്തെത്തിയിരുന്നു. നേരം എടുത്തപ്പോഴത്തേക്ക് സ്ഥലം ഇവിടെ അക്കരെ എത്തി. കൊടുങ്കാറ്റ് മാറിയപ്പോൾ എവിടെ എത്തി? അക്കരെ എത്തി. കൊടുങ്കാറ്റ് മാറിയാൽ അക്കരെ എത്തും. ഹല്ലേലൂയ. കൊടുങ്കാറ്റ് മാറിയാൽ എവിടെ എത്തും? അക്കരെ എത്തി നോക്കുക. കർത്താവിനെ കുറിച്ചാണ് പുത്രത്വത്തിന്റെ ആത്മാവിനെ ഇംഗ്ലീഷ് പറയുന്നത് ഈ ഹാവ് റിസീവ്ഡ് ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ. ഒരു ദത്തെടുക്കലിന്റെ ആത്മാവിനെ നമുക്ക് ലഭിച്ചു. കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിട്ട് ദൈവം നമ്മൾ എന്ത് ചെയ്തു? മക്കളായിട്ട്, മകനായിട്ട് ദത്തെടുത്തു. ഈ ദത്തെടുക്കുന്നതും ജനിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിലും ദത്തെടുക്കലും ദത്തെടുക്കുന്നത് എന്താ? ആ വ്യക്തിയുടെ സ്വന്തം മകനായി എന്ത് ചെയ്തു? മാറുകയാണ്. ജനിച്ച മകനല്ല, എന്ത് ചെയ്യുന്നു? സ്വന്തം മകനായി മാറുകയാണ്. അപ്പൊ എല്ലാ അവകാശങ്ങളും ആർക്കുണ്ട്? ഈ ദത്തെടുക്കപ്പെട്ട പുത്രനും ലഭിക്കും. കർത്താവിനെ സൂചിച്ചാൽ ശക്തിയോടെ ദൈവത്തെ സൂചിച്ചാൽ. എന്നാൽ റോമാലേഖനത്തിൽ പുത്രത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞ പൗലോസ് ഗലാത്യലേഖനത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടെ ആഴമായി പറയുക. 4-ാം അധ്യായം, ഗലാത്യർ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. നിങ്ങൾ മക്കളാകൊണ്ട്
അതുകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. ആരുടെ ആത്മാവിനെ? സ്വപുത്രന്റെ ആത്മാവിനെ. നേരത്തെ പറഞ്ഞ പുത്രത്വത്തിന്റെ ആത്മാവിനെ. ഇപ്പൊ കുറെ ആളുകൾ പറയുന്നു സ്വന്തം പുത്രന്റെ ആത്മാവിനെ. ഇപ്പൊ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേതാ? പുത്രന്റെ ആത്മാവ്. അതാണ് വ്യാപരിക്കുന്ന ആത്മാവേതാ? പുത്രന്റെ ആത്മാവ്. ദൈവത്തെ വ്യാപരിക്കുന്ന ലോകത്തിന്റെ ആത്മാവല്ല, വ്യാപരിക്കുന്ന ദാസന്റെ ആത്മാവല്ല, വ്യാപരിക്കുന്ന സേവക്കാരുടെ ആത്മാവല്ല, സ്വന്തം മകന്റെ ആത്മാവ്. അന്യവാസത്തിന് പോകാനല്ല നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തന്നത്. എത്ര കണ്ടിട്ട് പോകാൻ മാത്രമല്ല പരിശുദ്ധാത്മാവിനെ തന്നത്. അവന്റെ മകനായ ലോകത്തിൽ ജീവിപ്പാൻ യേശു എങ്ങനെ ലോകത്തിലായിരുന്നു, ദൈവം ലോകത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ വചനം നോക്കി അവൻ ജനിക്കുമ്പോൾ തന്നെ ദൈവപുത്രൻ എന്ന വാക്തത്വത്തോടെ ദൈവപുത്രൻ എന്ന വെളിപ്പാടോടുകൂടെ അവൻ ജനിക്കുകയാ. ദൈവപുത്രനെ ജനനത്തിലെ നശിപ്പിക്കാനായി ശ്രമിക്കുന്നു. പിശാചും ലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഹൂദന്മാരുടെ രാജാവായിരുന്ന ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന് വിദ്വാൻമാർ ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെ? ചോദിക്കുമ്പോൾ തന്നെ ഹെരോദാവ് പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടിട്ട് എന്ത് ചെയ്യണം? ഇവിടെ പറയണം, എനിക്കും അവരെ ഒന്ന് നമസ്കരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിലല്ല അവരെ പട്ടിക്കളനുള്ളതാണ്. അപ്പോ ഇവരെ കണ്ടിട്ട് തിരിച്ചു വരാൻ നോക്കുമ്പോൾ ദൈവത്തിന് പറഞ്ഞു, നിങ്ങൾ ഈ പോയ വഴിയാൽ തിരികെ പോകുന്നത് വേറെ വഴിയാൽ ദേശത്തിലാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് പറയാം, 2 വയസ്സിൽ താഴെയുള്ള സാധാരണ ആൺകുട്ടികളെ വന്ന് ആ ദേശത്ത് കൊല്ലുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ദൈവപുത്രൻ ജനിക്കുമ്പോൾ തന്നെ, ജനിച്ചപ്പോൾ തന്നെ ആ ജനനത്തിനെ അവരെ നശിപ്പിക്കുവാൻ ആരെ പദ്ധതി ഒരുക്കി? പദ്ധതി ഒരുക്കി. ദൈവം ഒരു കാര്യം നമ്മൾ ഓർക്കണം, നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു ദൈവപുത്രൻ ജനിക്കാതിരിക്കാൻ പിശാച് വേണ്ട എല്ലാ പദ്ധതികളും ഒരുക്കി വെച്ചു. അവൻ ജനിക്കുമെന്ന് തോന്നുമ്പോഴൊക്കെ ഈ പിശാചിന്റെ അവനെ ജനത്തിൽ വെച്ച് തന്നെ കൊന്നുകളാൻ ശ്രമിക്കും. ഹല്ലേലൂയ. പക്ഷേ ദൈവപുത്രനെ കൊല്ലാൻ ആർക്ക് കഴിയത്തില്ല, പിശാചിന് പറ്റത്തില്ല. അവൻ ആ പദ്ധതിയെ കർത്താവ് ഉടച്ചു. കർത്താവ് അവിടെ ദൈവം യേശുക്രിസ്തുവിനെ കൊണ്ട് അവന്റെ അപ്പയപ്പന്മാർ മിസ്രൈമിലേക്ക് വാങ്ങിപ്പോയി, ഓടിപ്പോയി. വർഷങ്ങൾ കഴിഞ്ഞ് മടങ്ങി വന്നു. അത് നോക്കണം, യേശുവിന്റെ സുവിശേഷ വേല ആരംഭിച്ചപ്പോൾ, ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, അവൻ പള്ളിയിൽ പോയി പ്രസംഗിക്കുമ്പോൾ അത് ഭൂതങ്ങൾ അറന്നിക്കൊണ്ട് വിളിച്ചു, നീ ഞങ്ങൾക്ക് നടക്കുന്ന ബന്ധോ അത് നീ ഞങ്ങളുടെ സമയത്തിന് മുമ്പേ നിലനിൽക്കുവാൻ വന്നുവോ? നീ ദൈവപുത്രനാകുന്നു സത്യം, അത് ഞങ്ങൾക്ക് അറിയാം. ആരാ പറയുന്നേ? പിശാച് വിളിച്ചു പറയുക. യേശുവിന്റെ ലോകത്ത് നോക്കി പിശാച് പറയുക, നീ ദൈവപുത്രനാണ്, നീ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനോ? യേശു പറഞ്ഞു, മിണ്ടാതിരുന്നാണ് വിളിപ്പോവർ വിട്ടുപോയി. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ലോകം നിന്നെ തിരിച്ചറിയുവാൻ വിചാരിച്ചു. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ നിന്റെ അതാൽക്കാര് നിന്റെ മാമന് അമ്മാച്ചൻ നിന്നെ അറിഞ്ഞില്ലെങ്കിൽ അവരുടെ അകത്ത് വ്യാപരിക്കുന്ന പിശാചിന് നിന്നെ അറിയാം. ദൈവത്തിന്റെ പുത്രനെ ആർക്ക് തിരിച്ചറിയാം? പിശാചിന് തിരിച്ചറിയാൻ കഴിയും. അങ്ങനെ പിശാചിന് ദൈവത്തിന്റെ പുത്രനെ തിരിച്ചറിയാം. പിശാചിനെ അറിയാമായിരുന്നത് കൊണ്ട് പിശാചിന്റെ ആയുധമായ ഹേരോദാവിനെ ഉപയോഗിച്ച് ദൈവപുത്രനെ തകർക്കുവാൻ പിശാചിന്റെ പദ്ധതി ഒരുക്കി. അതാണ് ലോകം. അതെ, മനസ്സിലായോ? അതാണ് ലോകം ജയിക്കുന്ന ജയത്തിലേക്ക് വരികയാണ്. ദൈവപുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് ആരറിഞ്ഞു? അന്ധകാര മണ്ഡലങ്ങൾ അറിഞ്ഞു. അന്ധകാര മണ്ഡലങ്ങൾ അറിഞ്ഞപ്പോഴാ അവൻ വിദ്വാൻമാരുടെ വൈദ്യത്തിന്റെ അവരെ കൊട്ടാരത്തിൽ കൊണ്ട് വായിച്ചത്. കാരണം അവനറിയാം, കൊട്ടാരത്തിൽ പോയി യഹൂദന്മാരുടെ രാജാവ് തുറന്നവൻ എവിടെ ചോദിച്ചാൽ ഹേരോദാവിനെ കൊല്ലുമെന്നാണ് അറിയാം. അവനെ വഴിതെറ്റിച്ചു. അവരെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. വെളിപ്പാടുണ്ട്, ദൈവത്തിന്റെ വെളിപ്പാട് കിട്ടി, ദൈവത്തിന്റെ നക്ഷത്രമുണ്ട്. പക്ഷേ ആ ദൈവത്തിന് എവിടെ ജനിച്ചു എന്ന് ആ വ്യക്തമായ സ്ഥലത്തെത്തുവാൻ ആർക്ക് കഴിഞ്ഞില്ല, വിദ്വാൻമാർക്ക് കഴിഞ്ഞില്ല. ഈ ലോകത്തിൽ അനേകർ എങ്ങനെയാ അങ്ങനെ ഒരു വെളിപ്പാട് കിട്ടിയിരിക്കും, നക്ഷത്രങ്ങൾ കാണും, പക്ഷേ യഥാർത്ഥ സ്ഥലത്തെത്തിച്ചേരുവാൻ കാണാൻ തോന്നിയിരുന്നില്ല, കഴിയുന്നില്ല. ആ ഡെസ്റ്റിനേഷൻ എത്തിച്ചേരുവാൻ പലർക്കും കഴിയുന്നില്ല. വഴിയിൽ വെച്ച് പിശാച് എന്ത് ചെയ്യുന്നു? വഴി തെറ്റിച്ചു കളയുകയാണ്. ദൈവവേദനെ നീ വഴിയിൽ വെച്ച നിനക്കൊരു നക്ഷത്രത്തെ അവൻ കാണിച്ചെങ്കിൽ, ദൈവത്തിന്റെ വെളിപ്പാടുകളെ കാണിച്ചതെങ്കിൽ ഈ വെളിപ്പാടുകൾ മാറിപ്പോകാതെ അതിന്റെ അവസാനം വരെ അതിനെ പിന്നാലെ പോകുക, പിന്നാലെ പോകുക. അവിടെ ഇങ്ങനെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. ഹേരോദാവ്
വിദ്വാൻമാർ ഇറങ്ങിയപ്പോൾ പിന്നെയും അവർ നക്ഷത്രം കണ്ടു. അതെ, പിന്നെയും അവർ നക്ഷത്രം കണ്ടു. കർത്താവിന് വല്ല നക്ഷത്രം കണ്ടതുകൊണ്ട് സന്തോഷിച്ചു. അപ്പോ കിഴക്കിൽ വന്നപ്പോഴ് നക്ഷത്രം കണ്ടിട്ടാ വന്നത്. വന്നപ്പോഴേ നക്ഷത്രം കണ്ടിട്ടാ വന്നത്. നക്ഷത്രം കണ്ടിട്ട് വന്നു. കൊട്ടാരത്തിനടുത്തെത്തിയപ്പോൾ ഇവൻ ഈ ശെരുശലേമിനടുത്തെത്തിയപ്പോഴത്തേക്ക് നക്ഷത്രത്തിന് തന്നെ കണ്ണം ചെയ്തു. നക്ഷത്രത്തെ കാണുന്ന കാഴ്ചകൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. നക്ഷത്രത്തെ ഇവർക്ക് കാണാനായി. നക്ഷത്രം കാണാനായപ്പോഴേ ഹേരോദിന്റെ കൊട്ടാരത്തിൽ കയറി കൊടുത്തത്. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെയും എന്ത് ചെയ്തു? നക്ഷത്രം കണ്ടു. അവർ നക്ഷത്രം കണ്ടതുകൊണ്ട് അവര് സന്തോഷിച്ചു. ശരിക്കും ആ നക്ഷത്രത്തിന്റെ പിന്നാലെ പോയിരുന്നെങ്കിൽ കൊട്ടാരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അവർ യേശുവിന്റെ അടുക്കലെത്തുമായിരുന്നു. അവൻ ദൈവത്തിനെ തകർക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കി. ആ പിശാച് ആ ദൈവത്തിനെ കൊല്ലുവാനുള്ള പദ്ധതി ആരുടെ നിർത്തിക്കുന്നറിയാമോ? യേശുവിനെ കൊല്ലാനുള്ള പദ്ധതി പിശാച് ആരും കൂടെയാണ് നിർമ്മിച്ചത്, നടപ്പിലാക്കിയത്. ഹേരോദാവിലൂടെ. ഹേരോദാവായ അന്നത്തെ രാജാവ് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ആത്മീയർത്ഥത്തിൽ പറഞ്ഞാൽ ഹേരോദാവാണ് ലോകം. ഹേരോദാവിന്റെ സാമ്രാജ്യവുമാണ് ലോകം. ലോകം ആരെ കൊല്ലാൻ നോക്കുന്നു? ദൈവത്തിന്റെ പുത്രനെ നശിപ്പിക്കുവാൻ ലോകം പദ്ധതി ഒരുക്കുകയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. ദൈവത്തിന്റെ ആത്മീയ ജീവിതത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ നിങ്ങൾ വാങ്ങുന്ന ദൈവത്തിന്റെ പുത്രന്മാരെ നശിപ്പിക്കുവാൻ പിശാചിന് പദ്ധതിയുണ്ട്. പക്ഷെ പിശാച് നേരിട്ടല്ല ചെയ്യുന്നത്. പിശാച് ആരും കൂടെ ചെയ്യുന്നത്? ലോകത്തിലൂടെ ചെയ്യുന്നത്. പദ്ധതികളെ ദൈവപുത്രനായ യേശു ക്രിസ്തു ജയിച്ചതുപോലെ പിശാചിന്റെ പദ്ധതികളെ, ലോകത്തിന്റെ പദ്ധതികളെ ദൈവപുത്രനായ യേശു ജയിച്ചതുപോലെ ഇന്ന് മുതൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ ദൈവമക്കളും ലോകത്തെ ജയിക്കുവാൻ പുത്രന്റെ അഭിഷേകം നമ്മുടെ പുത്രന്റെ ആത്മാവിനെ തന്നത് ലോകത്തോട് ചേർന്ന് പോകാനല്ല, ലോകത്തെ ജയിക്കാൻ വേണ്ടി. ലോകത്തെ ജയിക്കുന്നവരെ മാറും. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം. യേശു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസം. അതിനുശേഷം നമ്മൾ നോക്കുന്നു, പലപ്പോഴും പിശാച് നേരിട്ട് വന്ന കർത്താവിനോട് പറഞ്ഞു, നീ ദൈവപുത്രനെങ്കിൽ അല്ലാത്തമാക്കി തിന്നാൻ കൽപ്പിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ മുകളിൽ അവരോട് യേശാരിയോ യേശു അതിനപ്പമാക്കിയോ? ഇല്ല. കാരണം എന്താ? ഈ മാസം ഓവർ കമ്മിങ് അവൻ ലോകത്തെ ജയിക്കുകയാണ്. ലോകത്തിനോട് ചിലതൊക്കെ പറയും ചെയ്യാൻ. ലോകം പറയും, നോക്ക് ദൈവത്തെ അമരിക്കുന്നുണ്ട്, ദൈവത്തെ ഇല്ല, നീ എന്ത് ചെയ്യണം? അവനെ പോലെ നായ നോക്ക് നിനക്ക് കിട്ടും. ലോകം ചെയ്യും വേണ്ടി ഒന്ന് ഒന്ന് പറയും. അവിടെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങൾ ആരെ ജയിച്ചവരായി? ലോകത്തെ ജയിച്ചവരായി. അവൻ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന യോഹന്നാന്റെ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ നമുക്ക് വരാം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ പിതാവിന്റെ സ്നേഹമില്ല. ആരും സ്നേഹിക്കുന്ന പറഞ്ഞിരിക്കുന്നത് ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കരുത്. ലോകത്തിലുള്ളവരെ നിങ്ങൾ സ്നേഹിച്ചാൽ ആരുടെ സ്നേഹമില്ല? പിതാവിന്റെ സ്നേഹമില്ല. അപ്പോ ലോകത്തുള്ളവരെ സ്നേഹിക്കരുത്. ലോകത്തെയും സ്നേഹിക്കരുത്. ലോകം എന്തിനു വേണ്ടിയുള്ളതല്ല, ലോകം സ്നേഹിക്കപ്പെടേണ്ടതല്ല, ലോകം ജയിക്കേണ്ടതിനാണ്. ലോകത്തെ സ്നേഹിക്കാനാണ് വിളിച്ചിരിക്കുന്നത്, മറിച്ച് ലോകത്തെ ജയിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. എല്ലാവരും പറഞ്ഞ ലോകത്തെ ജയിക്കുവാനാണ് വിളിച്ചിരിക്കുന്നത്. ലോകത്തെ ജയിക്കുവാനാണ് എന്നെ കർത്താവ് വിളിച്ചത്, ലോകത്തെ സ്നേഹിക്കാനല്ല. ശബ്ദം ഉയരുന്നില്ല. ഓർക്കാൻ പറഞ്ഞ ലോകത്തെ സ്നേഹിക്കാനല്ല, ലോകത്തെ സ്നേഹിക്കാനല്ല എന്നെ കർത്താവ് വിളിച്ചത്. ലോകത്തെ ജയിക്കാനത്രേ. ലോകത്തെ ഞാൻ ജയിക്കും. ഇതുണ്ടോ? ജയിക്കുന്ന ഉറപ്പുണ്ടോ? ലോകത്തെ ഞാൻ എന്ത് ചെയ്യും? ജയിക്കും. എങ്ങനെ ജയിക്കും? വിശ്വാസത്താൽ ജയിക്കും. ആ പോരാട്ടത്തിൽ ഞാൻ ജയിക്കും. ലോകം എന്നോട് നിരന്തരം പോരാടുക. ലോകം എന്നോട് ഇല്ല, അവിടെ നിൽക്കണ്ട, ഇങ്ങോട്ട് പോ, നിലവിലെ
ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? പരാജയപ്പെടാൻ തുടങ്ങുക. ലോകത്തെ വെറുത്ത് തുടങ്ങുമ്പോൾ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ജയിച്ചു തുടങ്ങുകയാണ്. ലോകത്തെ സ്നേഹിക്കുമ്പോൾ ലോകം നമ്മെ പരാജയപ്പെടുത്തുക. ലോകത്തെ വെറുക്കുമ്പോൾ നാം ലോകത്തെ പരാജയപ്പെടുത്തുക. എന്താ ലോകത്തിലുള്ള അടുത്ത വാക്യം? 16 വാക്യം. ഈ ലോകത്തെ സ്നേഹിക്കുമെങ്കിൽ അവന്റെ പിതാവിന്റെ ഇഷ്ടമില്ല. ജഡമോഹം, കൺമോഹം, ജീവന്റെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. ഇങ്ങനെ ലോകത്തിൽ നിന്നുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകും. ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. കർത്താവിനെ കുറിച്ചാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന് ജഡമോഹം, ശരീരത്തിന് വേണ്ടിയുള്ളത്. അമേൻ. നമ്മുടെ ശരീരത്തിനുള്ളത് നേടമല്ല എന്ന് പറയുന്നത് മോഹിക്കരുത്. ജഡത്തിന്റെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. അതിന്റെ പുറകെ നടക്കരുത്. ജഡിക കാര്യങ്ങളുടെ പുറകെ നടക്കരുത്. ജഡത്തെ മോഹിക്കരുത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ വെറുക്കുന്നു. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പ്രസവിക്കുന്നു. അപ്പോ അതാണ് ലോകത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മോഹിക്കരുത്. ഒന്നാമത്തെ ഒരു മോഹമുണ്ട്, ജഡമോഹം. അവർക്ക് പറ്റുന്ന അവരിങ്ങനെ പറഞ്ഞു, ഈ പഴം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാപ്യമെന്ന് കണ്ടു. ഉപദേശ ദൂരെന്താ? നേരത്തെ ലഭിച്ച ദൂരെന്താ? ദൈവത്തിനെന്താ? പിശാചിന് ലഭിച്ച ദൂത് എന്താ? ദൂത് നിങ്ങൾ തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. അങ്ങനെ മണ്ടിയായ ഹവ്വായെ നിന്നെ ദൈവത്തെ പോലെയാണ് ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ വേറൊരാളെന്ന് പറയാൻ നീ തിന്നാ ദൈവത്തെ പോലെ ആവുന്നു. ഇനി ആരെ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ദൈവത്തെ പോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തെ പോലെ സൃഷ്ടിക്കപ്പെട്ട നീ ദൈവത്തെ പോലെ ആകാൻ വേണ്ടി ഈ ലോകത്തിലെ നന്മതിന്നവരെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവരെ തിന്നാൻ വിളിച്ചപ്പോൾ കിട്ടാൻ പറയുക, അത് തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും. ഇത് കണ്ടാ പറയുന്നത് ലോകത്തിലുള്ള നന്മകളെ, ലോകത്തിലുള്ള ആഡംബരങ്ങളെ, ലോകത്തിലേക്കുള്ള വീതികളെന്ന വസ്തുക്കളെ കാണാനുള്ള കണ്ണു തുറക്കും. നന്മതിന്മകളെ കുറിച്ചുള്ള അതിന്റെ വൃക്ഷവരം നീ തിന്നാൽ ലോകത്തെ കാണാനുള്ള കണ്ണ് തുറക്കും. അത് തിന്നാതിരുന്നാൽ സ്വർഗരാജ്യത്തെ കാണാനുള്ള കണ്ണ് തുറന്നില്ല. ഇപ്പൊ പലരുടെയും കണ്ണ് തുറന്നിരിക്കുക. ഏതാണ്? ലോകത്തെ കാണുന്ന കണ്ണാണ് തുറന്നു കിടക്കുന്നത്. ദൈവരാജ്യത്തെ കാണാനുള്ള കണ്ണൊക്കെ എന്ത് ചെയ്തു? അടഞ്ഞുപോയി. വളരെ തുറക്കണം. ദൈവരാജ്യത്തെ കാണാനുള്ള കണ്ണ് തുറക്കണം. എന്നിട്ട് ലോകത്തെ കാണാൻ നമ്മള് അടച്ചു പിടിക്കണം. അവിടുത്തെ മുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. എന്ന് പറഞ്ഞാൽ കാപ്പാട് ഉപേക്ഷിക്കാനല്ല, വസ്ത്രം ഉപേക്ഷിക്കാനല്ല, വീട് ഉപേക്ഷിക്കാനല്ല, നിനക്ക് ദൈവം തന്നിരിക്കുന്ന വാഹനങ്ങളും നന്മകൾ ഉപേക്ഷിക്കാനല്ല. അതൊക്കെ നീ വെച്ചോ. പക്ഷെ അതിന്റെ ഒന്നും പറയട്ടെ, അതൊന്നും ഉള്ള വിഷയം. അവൻ വിഷയം ഏതാ? ദൈവത്തിന്റെ രാജ്യം വിഷയം. എനിക്ക് ലക്ഷ്യസ്ഥാനമുണ്ടോ? എന്റെ യാത്ര അവസാനിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? അവിടെ എനിക്ക് പോകണം. അതിനെ കണ്ടുകൊണ്ട് ഇനി യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ ഈ ലോകത്തുള്ളത് ഒന്നും നിനക്കൊരു വിഷയമല്ല. ഈ ലോകത്തിന്റെ മോഹവും അതിന്റെ ജഡമോഹം, ഒന്ന് ജഡമോഹം, 2 കൺമോഹം. കാണാൻ ഏറ്റവും നല്ലത് നമ്മുടെ ഇന്നത്തെ ലോകത്തിന്റെ സംസ്കാരം നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തെ പരിശോധിച്ചാൽ ക്വാളിറ്റിയേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റിക്കും അക്ഷരമാണ്. അതെ, ഞാൻ പറഞ്ഞ ശരിയല്ല. ഗുണത്തെക്കാളേറെ എന്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്? കാണാൻ ഒരു എതിർപ്പുള്ളത്, പിന്നെ കൂടുതൽ. അതെ, 1500 രൂപയ്ക്ക് 10 വർഷമായാലും ഇല്ലാതാവാത്തൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞാലും അപ്പുറത്ത് വേറൊരു സാധനം നാളെ തകരാറാണ്. പക്ഷെ അതിന് 500 രൂപ വിലയുള്ളതെന്ന് പറഞ്ഞാൽ മലയാളികൾ ഏറെ വാങ്ങുള്ളൂ. കാരണം അതിന്റെ കൂടെ ഒരു പെൻസിലും കൂടെ ഫ്രീയാണ്. അങ്ങനെ ഒരു സംസ്കാരത്തിലേക്ക് ലോകം എന്ത് ചെയ്യുന്നു? പൊയ്ക്കൊണ്ടിരിക്കണം. നല്ലതല്ല അവർക്ക് ആവശ്യം. അവർക്ക് ആവശ്യമില്ല നല്ല മിന്നിൽ തിളങ്ങുന്ന കാണാൻ ഭംഗിയുണ്ട്. അത് കാഴ്ചയ്ക്ക് ഒരു ആഡംബരം തുടർന്ന ലോകത്തിലെ
ആവശ്യമാണ്. അത് കൺമോഹം, പെട്ടെന്ന് താൽക്കാലികമായ സുഖങ്ങൾ, താൽക്കാലികമായ സൗകര്യങ്ങൾ, താൽക്കാലികമായ നന്മകളിലേക്കോ അവൻ ജനം കണ്ടുപതിപ്പിക്കുമ്പോൾ അവ രണ്ടാമത്തെ ഭാഗം കൺമോഹം. മൂന്നാമത്തത് ജീവനത്തിന്റെ പ്രതാപം, പ്രശംസ. പ്രശംസ ആഗ്രഹിക്കുന്നതിലുണ്ട്. അത് എല്ലാ മേഖലയിലുമുണ്ട്. ആത്മീയമായ മേഖലയിലുമുണ്ട്, ഭൗതികമായ മേഖലകളിലുമുണ്ട്. ലോകത്തിൽ പ്രശംസ ആഗ്രഹിക്കുന്നവരുമുണ്ട്, ആത്മീയ മേഖലയിൽ പ്രശംസ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. ഒരു അപ്പോസ്തലൻ എന്ന മേഖല 10 പേര് തന്നെ അറിയണം പ്രവാചകൻ. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പ്രവാചകൻ എന്ന സ്ഥലം ഓർഡർ നോക്കിയാൽ കുഴപ്പം. മനസ്സിലായോ? മനസ്സിലായോ? ഇവിടെ ആണെങ്കിൽ മനസ്സിലാവുമല്ലോ. ഇവിടെ വന്നേ ഈ പേര് കേൾക്കുമ്പോ ഈ കേൾക്കുന്ന ആളെന്ത് ചെയ്യും? വളരെ ഒന്ന് ആത്മീയ ലോകത്തിൽ പ്രശംസ ആഗ്രഹിക്കരുത്, ഭൗതിക ലോകത്തിൽ പ്രശംസ ജീവനത്തിന്റെ പ്രതാപം. അതാ യേശുവിന്റെ അടുത്ത് അവസാനം വന്നത്. അങ്ങനെ അപേക്ഷിക്കുന്നത് ഈ ദൈവത്തെ പോലെ യേശുവിന്റെ മന്ദി എന്റെ കാലുകൾ നമസ്കരിക്കുക അങ്ങനെ മഹത്വം ഞാൻ ജീവനത്തിന്റെ പ്രതാപം. അപ്പൊ ജീവനത്തിന്റെ പ്രതാപം വന്നപ്പോൾ മറ്റ് 2 ഭാഗങ്ങളിൽ യേശു പറഞ്ഞു അവൻ മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായ്പ വരുന്ന വചനം കൊണ്ടും ജീവിക്കും. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു ദൈവത്തിന് എന്ത് പരീക്ഷിക്കരുത്. ഇത് വന്നപ്പോൾ ജീവനത്തിന്റെ പ്രതാപം വന്നപ്പോൾ യേശു പറഞ്ഞു സാത്താനെ എന്നെ പോ. എത്രപരമായി ജീവനത്തിന്റെ പ്രതാപം വരുമ്പോൾ, അഹങ്കാരം വരുമ്പോൾ, ഉയർച്ച വരുമ്പോൾ, മറ്റുകൾ തന്നെ മാനിച്ചു തുടങ്ങുമ്പോൾ നിന്റെ അകത്തുണ്ടാകുന്ന ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ, നിന്റെ അകത്തൊരു മനപ്പോൾ ആ എന്തൊക്കെയാണ് ആ ചിന്ത വരുമ്പോൾ നീ പറയണം സാത്താനെ എന്നെ വിട്ടു പോ. ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ. മാനം ആർക്ക് മാത്രമുള്ളതാണ്? ആ ദൈവത്തിന് മാത്രമുള്ളതാണ്. മാനം എനിക്കുള്ളതല്ല, മഹത്വം എനിക്കുള്ളതല്ല, പേരെനിക്കുള്ളതല്ല, പ്രശസ്തി എനിക്കുള്ളതല്ല. അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ്. പിന്നെ നിങ്ങൾ ചോദിക്കുന്ന കർത്താവിന്റെ ദാസനെ അപ്പനെ കർത്താവ് പറഞ്ഞത് അബ്രഹാമിന് നിന്റെ പേര് ഞാൻ വലുതാക്കുന്നു. അയ്യാൻ നമ്മൾ കർത്താവ് അബ്രഹാമിന്റെ പേര് വലുതാകുമ്പോൾ അബ്രഹാമിന്റെ പേരിനേക്കാൾ വലുതാക്കുന്ന വേറൊരു പേര്. അബ്രഹാമിന്റെ പേര് വലുതാക്കിയവന്റെ പേര്. നിന്റെ പേര് വലുതാകുമ്പോൾ, നിനക്ക് പ്രസക്തി ഉണ്ടാകുമ്പോൾ, നിനക്ക് ലോകത്തിൽ ഏകം തന്നെ മാനിക്കുമ്പോൾ, ആത്മീയ മണ്ഡലത്തിൽ നിനക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ നിന്നെക്കാൾ ഉയർന്നൊരു പേരുണ്ട്. നിന്നെ ഉയർത്തിയവന്റെ പേര്. നിന്നെ ഉയർത്തിയവന്റെ പേര് നീ മറച്ചു വയ്ക്കരുത്. നിന്നെ ഉയർത്തിയവന്റെ പേര് നീ മറച്ചു വയ്ക്കരുത്. പലർക്കും അങ്ങനെ കുഴപ്പമുണ്ടാകുന്നത്. ഉയർന്നവന്റെ പിന്നെ ആരുടെ പേര് പറയത്തില്ല, ഉയർത്തിയവന്റെ പേര് പറയത്തില്ല. എന്റെ പേര് ഞാൻ ഉയർത്തിയവന്റെ പേര് പറ. നിന്നെ ഉയർത്തിയവനെ ഉയർത്തോ, ദൈവത്തെ നീ ഉയർത്തോ, അവർ നിന്നെ പിന്നെയും ഉയർത്തിക്കൊണ്ടേയിരിക്കും. ഓ ഹല്ലേലൂയ. അതവരുടെ വെളിപ്പാട് ഇങ്ങനെയാണ്. നീ നിന്നെ ചേർത്ത് കർത്താവിനെ എത്രത്തോളം ഉയർത്തുമോ അത്രത്തോളം ദൈവം നിന്നെ ഉയർത്തുവാനിടയായിരിക്കും. നീ ദൈവത്തെ എത്രത്തോളം താഴ്ത്തുമോ നീ തന്നെത്താൽ അത്രത്തോളം താഴ്ത്തപ്പെടും. വാസിയോട് ലോകമാറി മോശേ, നീ ദൈവത്തിന്റെ പാലനായിരിക്കേണ്ട കാര്യമില്ല. നീ ഇസ്രായേൽ ജനത്തോടുള്ള കഷ്ടമെന്നുവരേണ്ട കാര്യമില്ല. നിനക്ക് 2 പൊസിഷനാണ്. ഒന്ന് ഫറവോന്റെ പുത്രിയുടെ മകൻ. നീ എന്ത് വിളിക്കപ്പെടും? നിനക്കൊരു പേരുണ്ട്. 2 പേരാ. ഫറവോന്റെ പുത്രിയുടെ മകൻ, അതായത് അടുത്ത പങ്ക്. പിന്നെ വേറെ ഇസ്രായേലിൽ ഒത്തിരി നിക്ഷേപങ്ങളുണ്ട്. നീ ഇസ്രായേലിന്റെ കൂടെ പോയാൽ 5 കാശ് നിനക്ക് ഉണ്ടാകത്തില്ല. ഇസ്രായേലിലാണെങ്കിൽ ഒത്തിരി നിക്ഷേപങ്ങളുണ്ട്. വായിച്ച് പെട്ടെന്ന് വായിച്ച് എബ്രായ 11-ാം അധ്യായം അതിന്റെ 23, 24, 25, 26 വരെ. എബ്രായ 11-23 മുതൽ 24 വായിച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാല ഭോഗത്തെക്കാളും വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആർക്കുള്ളതാണ്? തെരഞ്ഞെടുപ്പ് മോശിക്കുള്ളതാണ്. ഹല്ലേലൂയ. തെരഞ്ഞെടുപ്പ് ആർക്കുള്ളതാണ്? ഏത് തെരഞ്ഞെടുപ്പ്? ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പല്ല. തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് തെരഞ്ഞെടുക്കുന്ന ഞാൻ ലോകത്തിന്റെ പിന്നാലെ പോണോ ദൈവത്തിന്റെ പിന്നാലെ പോണോ? ആരുടെ തെരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ? നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റത്തുള്ളൂ.
ഹല്ലേലൂയ. മോശ തീരുമാനിച്ചു. മോശത്തിന് മുമ്പ് രണ്ട് സാധ്യത. ഒന്ന്, മിസ്രൈമിന്റെ അടുത്ത ഭരണവും മിസ്രൈമിന്റെ വലിയ നിക്ഷേപം, ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ. മിസ്രൈമിന്റെ രാജകുമാർക്ക് ഒരു വെളുപ്പമുണ്ട്, ഓരോ ദിവസവും ഓരോ ഭാര്യമാരാണ്. അവിടെ തൊഴിലാളൊന്നും വിഷയമല്ല. ധാരാളം സുന്ദരിമാരായ സ്ത്രീകൾ, ആയിരക്കണക്കിന് തോഴിമാര്, ഒപ്പാക്കിമാര്, സുഖ സൗകര്യങ്ങൾ, 3 നേരം പുസ്തക ഭോജനം, ഇഷ്ടംപോലെ എപ്പോഴും നൃത്തവും ആഡംബര ജീവിതവും, എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ നായകനായി മാറിയാൽ എന്തേ ഉള്ളൂ? എന്താ ഉള്ളത്? 40 വർഷത്തെ മരുഭൂമിയാണ് കാത്തിരിക്കുന്നത്. ഇസ്രായേലിന്റെ നായകനായി മാറിയാൽ എന്ത് കാത്തിരിക്കുക? മരുഭൂമി കാത്തിരിക്കുക. മോശയുടെ മുന്നിൽ കർത്താവ് വെച്ച് ഒരിടത്ത് മരുഭൂമി വെച്ച് മറ്റേ സ്ഥലത്ത് മിസ്രൈമിലെ സകല സുഖ സൗകര്യങ്ങളെയും കാണിച്ചു കൊടുത്തു. മോശ പറഞ്ഞു, കർത്താവേ, ആ സുഖ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, ഞാൻ മരുഭൂമി തിരഞ്ഞെടുക്കില്ല. എത്ര പേര് മകൾക്കാരൻ പറയും, കർത്താവിന്റെ മോശയെ പോലെ, മോശ മരുഭൂമി തിരഞ്ഞെടുത്തതുപോലെ ആ മോശയുടെ തിരഞ്ഞെടുപ്പോടെ ഞാൻ ചേർന്ന് നിൽക്കുകയാണ്, മോശയോട് കൂടെ ഞാൻ ചേർന്ന് നിൽക്കുകയാണ്. എത്ര ലോകം മോശയുടെ മുമ്പിൽ വന്നു. ലോകം ഏത് വേഷത്തിലാണ് വന്നത്? ലോകം ഏത് ഭാഗത്തിലാവുന്നത്? മിസ്രൈമിലെ ഫറവോന്റെ അധികാരം എന്ന ഭാഗത്തിലാണ് ലോകം മോശയുടെ മുമ്പിൽ വന്നത്. ലോകം മോശയുടെ മുമ്പിൽ വന്നത് മിസ്രൈമിലെ അതിസുന്ദരിമാരായ സ്ത്രീകളുടെ രൂപത്തിലാണ്. ലോകം മോശയുടെ മുമ്പിൽ നിന്നത് മിസ്രൈമിലെ നിക്ഷേപങ്ങളുടെ രൂപത്തിലാണ്. ലോകം മോശയുടെ മുമ്പിൽ നിന്നത് ഫറവോൻ എന്ന സിംഹാസനത്തിന്റെ രൂപത്തിലാണ്. പക്ഷേ മോശ പറഞ്ഞ, ലോകമേ, നിന്നെ ഞാൻ ജയിക്കാൻ പോവുകയാ, നിന്നെ ഞാൻ ജയിക്കാൻ പോവുകയാ, ഞാൻ തെരഞ്ഞെടുക്കാൻ പോവുകയാ, ഞാൻ ദൈവത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ പോവുകയാ, ഞാൻ നിന്നെ തോൽപ്പിക്കാൻ പോവുകയാ. കഴിയുമോ തോൽപ്പിക്കാൻ? ലോകത്തെ തോൽപ്പിക്കാൻ പറ്റൂ? ലോകത്തെ തോൽപ്പിക്കാൻ പറ്റൂ? ലോകം വന്ന് നിൽക്കും വിവിധ ഭാഗങ്ങൾ. നമ്മുടെ മുമ്പിൽ ഫറവോനായിട്ടല്ലായിരിക്കും വന്ന് നിൽക്കുന്നത്. നമ്മുടെ മുമ്പിൽ ഇസ്രായേൽ നിക്ഷേപങ്ങളായിട്ടായിരിക്കത്തില്ല വന്ന് നിൽക്കുന്നത്. ഒരു പക്ഷെ നമ്മുടെ മുമ്പിൽ നിൽക്കും മനസ്സിലാക്കിയവർക്ക് ഞാൻ സർട്ടിഫിക്കറ്റിന്റെ പേരിൽ ഒന്നിക്കും ലോൺ. നീ ഇവിടെ നിന്ന് നിനക്ക് ഞാൻ നല്ലൊരു സർട്ടിഫിക്കറ്റ് തരാം, ലോൺ തരാം, സ്കോളർഷിപ്പ് തരാം. ചിലർ ചോദിക്കും, ഇല്ലെങ്കിൽ പിന്നെ പാസ് കഥ. ഞങ്ങളുടെ ഗണിതത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് സ്കോളർഷിപ്പ് എടുക്കുമ്പോൾ പാസ് തരും. എനിക്ക് ഒറ്റ സ്കോളർഷിപ്പുള്ളൂ, സ്കോളർഷിപ്പ് മാത്രമേ എന്റെ ബാങ്കിൽ നിന്ന് തരാൻ പറ്റുന്ന സ്കോളർഷിപ്പ് ഉള്ളൂ. ദൈവത്തിന്റെ വചനമുള്ള സ്കോളർഷിപ്പുള്ളൂ. മോശയുടെ മുമ്പിൽ കൊണ്ടുവച്ച ലോകം, ഫറവോന്റെ സിംഹാസനം, ഫറവോന്റെ രാജ്യത്തിലെ മിസ്രൈമിലെ സുന്ദരിമാരായ സ്ത്രീകൾ, അവിടുത്തെ സ്വർണ്ണ വെള്ളി നിക്ഷേപങ്ങൾ. മോശമാണ്, ഇല്ല ലോകമേ, നീ എന്നെ ജയിക്കാൻ പറ്റത്തില്ല, ഞാൻ നിന്നെ ജയിക്കുന്നവനാ, ദൈവത്തിന്റെ നാടാണ്, ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ലോകത്തെ ജയിച്ച ജയമോ അവന്റെ വിശ്വാസത്താൽ മോശത്തിൽ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല രോഗങ്ങളെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ചു. നോക്കണമേ, ലോകത്തെ തോൽപ്പിക്കണമെങ്കിൽ ചിലതൊക്കെ നിരസിക്കും. അല്ല, നവജാതി പൂജാതി പ്രസംഗിച്ചിരുന്നെങ്കിൽ ഒന്ന് കയ്യടിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് പ്രസംഗിക്കുന്നത്. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ച് ഞങ്ങൾ കയ്യടിക്കാൻ വേണ്ടി നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിനെ കുറിച്ച് പ്രസംഗിച്ച ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ അധികാരം, അവകാശം, അനുഗ്രഹം, ഇതിനെ കുറിച്ച് പ്രസംഗിച്ചത് ദൈവത്തിന്റെ അടുത്ത ഭാഗങ്ങളായത്. ദൈവത്തിന്റെ അടുത്ത ഭാഗങ്ങളാണ്. ദൈവത്തെ ലോകത്തെ ജയിക്കണം. ലോകം ചിലതൊക്കെ വെച്ച് നീട്ടുമ്പോൾ ലോകത്തോട് വളരെ ലോകം എനിക്കുന്നില്ല, വേണ്ട, എനിക്ക് സുഖം വേണ്ട, ഈ സൗകര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. അപ്പോൾ പറയുന്നത് ഇങ്ങനെ എല്ലാം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ട്. പക്ഷെ ഞാൻ എല്ലാം വേണ്ടെന്ന് വെച്ചിരിക്കുക. എന്തുകൊണ്ടാണ്? ഒരു പ്രതിഫലം എനിക്കുണ്ട്. അതുകൊണ്ട് നോക്കിക്കൊണ്ട് ഒരു പ്രതിഫലം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു സ്വർഗീയ നിക്ഷേപം എനിക്കുണ്ട്. ഒരു ദൈവരാജ്യത്തിന്റെ നിക്ഷേപം എനിക്കുണ്ട്. ആ നിക്ഷേപത്തെ നോക്കുന്നത് കൊണ്ട് ലോകത്തെ പിന്നെ എനിക്ക് വേണ്ട. ലോകം, ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ലോകം തന്റെ താളത്തിൽ, തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ ഇസ്രായേലിലെ സകല നിക്ഷേപങ്ങളും, ഇസ്രായേലിലെ ലോകത്തിലെ ഏറ്റവും സുന്ദരിമാരായ സ്ത്രീകളും ഇസ്രായേലിലാണ്.
ഈജിപ്ഷ്യൻ സുന്ദരിമാർ, ആ ലോകത്തിലെ ഏറ്റവും സുന്ദരിമാരായ സ്ത്രീകൾ. അങ്ങനെയുള്ള സുന്ദരിമാരായ ആയിരക്കണക്കിന് സ്ത്രീകൾ ആദ്യം കിട്ടുമായിരുന്നു. മോശയ്ക്ക് ആ സുന്ദരിമാരെല്ലാം നിരത്തി വെച്ചു. ഇസ്രായേലിലെ സ്വർണ്ണവും വെള്ളി അങ്ങനെ മറ്റ് നിക്ഷേപങ്ങളെ നിരത്തി വെച്ചു. അതിന്റെ അപ്പുറത്ത് ഏറ്റവും ഒടുവിലും ഫറവോൻ എന്ന ആ സിംഹാസനം, ആ അധികാരവും കൊണ്ട് ആര് വെച്ചു? ലോകം കൊണ്ടുവച്ചു. ഇപ്പുറത്തെ മോശ നോക്കി ദൈവത്തിന്റെ കയ്യിൽ എന്തായിരിക്കുന്നു കാണാനുള്ളത്. അങ്ങനെ മോശ കണ്ടതല്ല ഞാൻ പറഞ്ഞത്, ലോകം കണ്ടത്. മോശയുടെ കാഴ്ചപ്പെട്ട് ലോകം കണ്ടത് എന്താ? ഒരു മരുഭൂമിയ ലോകം കണ്ടത്. ലോകം കണ്ടത് അനുസരിക്കാത്ത 30 ലക്ഷം ആൾക്കാർ. അനുസരിക്കാത്ത 30 ലക്ഷം വിശ്വാസികളുള്ള സാ ഒന്നിനും വിശ്വാസികളല്ല, 30 ലക്ഷം വിശ്വാസികളാണ് മോശയുടെ സഭയിൽ. പക്ഷെ ഒറ്റയാണ് നിർത്തിയില്ല. വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ അനുസരിക്കുന്ന ആൾക്കാര്. പറഞ്ഞാൽ കേൾക്കുന്ന വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. മോശ നോക്കിയപ്പോ അവൻ ചിലർ വിചാരിക്കും അനുസരിക്കാത്ത 30 ലക്ഷം ആളുകൾ, വെള്ളമില്ലാത്ത മരുഭൂമി, ആഹാരമില്ലാത്ത മരുഭൂമി, എന്നും മഞ്ഞ, പിന്നെ ഉറക്കം താമസം എവിടെ? കൂടാരത്തില്. ഇസ്രായേലിൽ നല്ല കൊട്ടാരം ഉണ്ടായിരുന്നു. 5 വിശു തരാൻ ആളുണ്ട്, 3 ഭക്ഷണം തരാൻ ആളുണ്ട്, കുളിപ്പിക്കാൻ ആളുണ്ട്, പാട്ടുപാടി തരാൻ ആളുണ്ട്, നൃത്തം ചെയ്യാൻ ആളുണ്ട്. ഓരോ ദിവസവും വ്യത്യസ്തമായ സുഖഭോഗങ്ങൾ അനുഭവിക്കാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ മോശ പറഞ്ഞില്ല, ലോകനെ നിന്നെ എനിക്ക് വേണ്ട, ലോകനെ നിന്നെ എനിക്ക് വേണ്ട, ഞാൻ നിന്നെ നിരസിക്കുകയാണ്. I am neglecting you. ലോകനെ ഞാൻ നിന്നെ നിരസിക്കുകയാണ്. ലോകനെ ഞാൻ നിന്നെ തള്ളിക്കളയും, നീ എനിക്ക് വേണ്ട, ലോകം എനിക്ക് വേണ്ട എന്ന് പറയാൻ കഴിയുമ്പോൾ ലോകം പറയും, ഓ നിന്റെ മുമ്പിൽ ഞാൻ തോറ്റ് തലമുട്ടിക്കുക. നീ അങ്ങനെ ലോകത്തെ നിരസിക്കാൻ തയ്യാറായാൽ ലോകം നിങ്ങളുടെ മുമ്പിൽ തോറ്റ് തലമുട്ടിക്കുക. ലോകം നിങ്ങളുടെ മുമ്പിൽ തോറ്റ് തലമുട്ടിക്കുക. അവൻ ലോകത്തെ വെറുത്തപ്പോൾ ലോകം അവരുടെ മുമ്പിൽ തലമുടിച്ചു. അവൻ ലോകത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ ലോകം സഭയുടെ തലയുടെ മുകളിലായി. മനസ്സിലായി? 1-ാം നൂറ്റാണ്ടിലെ സഭ ലോകത്തെ വെറുത്ത സഭയാണ്. പക്ഷെ ഇങ്ങോട്ട് നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ ലോകത്തെ എന്ത് ചെയ്യാൻ തുടങ്ങി? സഭ സ്നേഹിക്കാൻ തുടങ്ങി. അത് പറഞ്ഞു ദൈവം മാത്രം കിട്ടിയാൽ പോയൊക്കെ അല്പസ്വല്പം ലോകവും വേണം. പിന്നെ സഭ എന്തായി മാറി? സഭ മാറി 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 സഭ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് കമ്മിറ്റിയുടെ ആധിപത്യത്തിലേക്ക് വന്നു. അല്ലെ? ഇന്ന് സഭയെ നിയന്ത്രിക്കുന്ന ആരാ? ദൈവമാണോ? ദൈവം നിയന്ത്രിക്കുന്ന സഭകൾ വളരെ കുറച്ചേ ഉള്ളൂ. വിരലിലെണ്ണാവുന്ന സഭകളെ ഉള്ളൂ ദൈവം നിയന്ത്രിക്കുന്ന സഭ. ബാക്കി സഭയെ നിയന്ത്രിക്കുന്ന ആരാ? എക്സിക്യൂട്ടീവ് ബോർഡാ സഭയെ നിയന്ത്രിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗമാകുന്നവരെ വിശ്വാസികൾക്ക് പണം കൊടുത്ത് വോട്ട് നേടി അംഗമാകുന്നത്. നിങ്ങൾ നമ്മൾ എന്താ എവിടുത്തെ അവസ്ഥ പറയുന്നത്? എവിടെ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ ആരുടെ നിയമങ്ങള് രാഷ്ട്രീയത്തെക്കാളും വലിയ രാഷ്ട്രീയം സഭയ്ക്കകത്ത്. ലോകത്തിലെ വലിയ വലിയ സഭകളിൽ ഒരു വോട്ട് നേടണമെങ്കിൽ 1000-കണക്കിന് 10,000-കണക്കിന് രൂപ കൊടുത്തിരുന്നു വോട്ട് വാങ്ങുന്നതിന് വേണ്ടി. എക്സിക്യൂട്ടീവ് ബോർഡിൽ അംഗമാകാൻ വേണ്ടി 10,000 ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി എറിഞ്ഞു കൊടുത്ത് എക്സിക്യൂട്ടീവ് ബോർഡിന്റെ അംഗമായ ആളാണ് ഇപ്പൊ ആരെ നയിക്കുന്നത്? ദൈവസഭയെ ഭരിക്കുന്നത്. ദൈവസഭ ലോകത്തിന്റെ കീഴിലായി പോയി. ഇന്ന് നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ലോകം ജയിച്ച സഭയല്ല, ലോകത്തെ ജയിച്ച സഭയാണ്. ലോകത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ട സഭയല്ല ദൈവത്തിന് ആവശ്യം. ലോകത്തെ ജയിച്ച, ലോകത്തെ പരാജയപ്പെടുത്തിയ സഭ, അതൊക്കെ എന്റെ കർത്താവ് വിഭാവനം ചെയ്ത സഭ. അതേപോലെ കർത്താവ് നന്ദിയോട് ലോകങ്ങളെക്കാളും ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നവരെക്കാളും ദൈവജനത്തോട് കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ അവൻ ദൈവജനത്തിന്റെ കഷ്ടത നിന്ന വലിയ ധനമെന്ന് ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് അവരെണ്ണി. 27-ാം വർഷം വായിക്കുന്ന വിശ്വാസത്താൽ അവൻ ഇസ്രായേലിനെ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ വായിച്ചു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ ഇസ്രായേൽ വിട്ടുപോന്നു. അദൃശ്യ ദൈവത്തെ കണ്ടതുകൊണ്ട് ഉറച്ചു നിന്നു. എന്നുവെച്ചാൽ അദൃശ്യ ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ
ദൈവത്തെ ആര് കണ്ടു? മോശം. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടണത്തിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്, അവർക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല ദൈവത്തെ. ചുരുക്കം വരെ നമ്മുടെ സന്തോഷമുണ്ടോ? നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഉറച്ചു നിൽക്കണം. ദൈവത്തിന്റെ ആവശ്യം ഉറച്ചു നിൽക്കുന്നവർ, ദൈവത്തിന്റെ ആവശ്യം വഴിപോകുന്നവരല്ല. ആ ദൈവത്തിന്റെ പുത്രൻ വഴിപോകുന്നവരല്ല. ദൈവത്തിന്റെ പുത്രൻ ഉറച്ചു നിന്ന് പ്രയാണികൾ ചെയ്യുന്നവരാ. ലോകത്തോട് പറഞ്ഞ, ലോകമേ നീ ഒന്നുമല്ല, ഞാൻ നിന്നെ പരാജയം. ലോകത്തിന്റെ മുമ്പിൽ സകലതും കൊണ്ടുവയ്ക്കും. ജനമോഹത്തെ കൊണ്ടുവയ്ക്കും, കൺമോഹത്തെ കൊണ്ടുവയ്ക്കും, ജീവിതത്തിന്റെ പ്രധാനങ്ങളെ, പ്രശസ്തികളെ, പേര്, സുഖഭോഗങ്ങൾ, ആഡംബരങ്ങൾ എല്ലാത്തിനും ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ കൊണ്ടുവയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെതെന്ന് കണ്ടോ, ദൈവത്തിൻ്റെത് മാത്രം തിരഞ്ഞെടുത്തിട്ട് ലോകത്തിന്റെ നിരസിക്കണമെന്ന് തയ്യാറാകുമ്പോൾ ലോകത്തിന്റെ മുമ്പിൽ ലജ്ജിച്ച് തലമാറ്റുവാൻ തയ്യാറാണ്. ഇന്ന് നമുക്കാരെ എത്ര പേര് ലോകത്തെ ജയിക്കുവാൻ തയ്യാറാണ്? ലോകത്തെ ജയിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? വിശ്വാസത്താൽ. ഞാൻ വിശ്വാസം, നീ ദൈവത്തിന്റെ പുത്രനെന്ന വിശ്വാസം. ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ആ വിശ്വാസത്തിന്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ ഞാൻ ആരായി മാറും? ലോകത്തെ ജയിക്കുന്നവനായി മാറും. അയ്യവന്റെ ലേഖനത്തിൽ ഒരു വേദഭാഗം വായിക്കുന്നതിൽ പ്രാർത്ഥിക്കുവാനാണ് തയ്യാറാണ്. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ള വിശ്വാസത്താൽ അതിന്റെ 11-ാം വാക്യം വായിക്കാം. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രൻ ഇല്ലാത്തവന് ജീവനില്ല. അപ്പോ ആ ഉള്ളിനകത്ത് ഒരു പുത്രനുണ്ടെങ്കിൽ, അകത്തൊരു ദൈവപുത്രൻ ഉണ്ടെങ്കിൽ നിനക്ക് എന്തുണ്ടെന്ന് അർത്ഥം? ജീവനാണ്. ദൈവപുത്രനായ ജീവിക്കുന്നവരാണ്. ജീവിക്കുന്നു എന്ന് സാക്ഷ്യം ലഭിച്ചവനാണ് ദൈവപുത്രൻ. ഒരു വാക്യം കൂടെ വായിക്കാം. 11-ാം വാക്യം വായിച്ചേ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നു. അപ്പോ ദൈവപുത്രന്റെ നാമത്തിലാണ് നമ്മൾ ചെയ്തത്. ആ ദൈവപുത്രന്റെ നാമം ആ ദൈവപുത്രന്റെ നാമം യേശു ക്രിസ്തു എന്നതാ. അപ്പൊ പിതാവിന്റെ പേരെന്താ? വാക്യത്തിലൂടെ പറ. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ പരിശുദ്ധാത്മാവിലും അവനെ ആരുടെ പേരാണ്? യേശുവിന്റെ പേര് കൊടുത്തായിരുന്നു. ഹല്ലേലൂയ. എന്റെ നാമത്തിൽ ഞാൻ അയപ്പാനിരിക്കുന്ന പരിശുദ്ധാത്മാവായിരിക്കും. അതുകൊണ്ടാണ് അവൻ വിൽപ്പനയുടെ ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമത്തെ അവന് കൊടുത്തു. ഇന്ന് പകൽ നമ്മുടെ കയ്യിൽ ഒരു നാമമുണ്ട്. എല്ലാവരും പറഞ്ഞ കൈ ഇങ്ങനെ വളരെ ഉയർത്തി. നമ്മുടെ കയ്യിൽ ഒരു നാമമുണ്ട്. ഉണ്ടോ? നാമമുണ്ടോ കയ്യിൽ? ഈ നാമം ഏതാ? സകല നാമത്തിന് മേലായ നാമമാണ്. കൂട്ടങ്ങൾ തുറയ്ക്കുന്ന നാമമാണ്. കാരണം നീങ്ങിപ്പോകുന്ന നാമമാണ്. ക്യാൻസർ ഓടിപ്പോകുന്ന നാമമാണ്. ആരോഗ്യം മാറുന്ന നാമമാണ്. അക്ഷര മാറിപ്പോകുന്ന നാമമാണ്. ലോകത്തെ ജയിക്കുന്ന നാമമാണ്. അവൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്റെ വിശ്വാസം ലോകത്തെ ജയിക്കുന്ന വിശ്വാസമായി മാറണം. ആ വിശ്വാസത്തിലേക്ക് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ ദൈവത്തിന്റെ വിശ്വാസത്തിലേക്ക് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്നു കഴിയുമ്പോൾ നിങ്ങൾ ആരായി മാറും? ദൈവത്തിന്റെ മകനായി മാറും. ഏതുവരെ നിങ്ങൾ മകനാകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവരെ ആരാകാൻ പറ്റത്തില്ല. മകനാകാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ്? മകനായി. അതുകൊണ്ടാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ യേശു ക്രിസ്തുവിന്റെ ആ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പത്രോസ് പ്രസംഗിച്ചപ്പോൾ, പത്രോസ് ഇങ്ങനെ പ്രസംഗിച്ചു, ആ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കൊർന്നല്യോസിന്റെ അവന്റെ വീട്ടുകാരുടെ പേരിൽ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നു. എല്ലാവരും അന്യഭാഷകളിൽ സംസാരിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പത്രോസിനോടുകൂടെ വന്ന പരിച്ഛേദനക്കാരായ യഹൂദന്മാർ പറഞ്ഞു, നമ്മെ പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ച് കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കിട്ടിയോ? സ്നാനപ്പെട്ടോ? പരിശുദ്ധാത്മാവ് കിട്ടിയിട്ടും സ്നാനപ്പെടാതിരിക്കുന്നതാണ് പ്രശ്നം. ഹല്ലേലൂയ.
അവൻ ചിലര് പരിശുദ്ധാത്മാവ് കിട്ടുന്നതിനുണ്ട് വിശ്വാസത്താൽ. അവൻ വിശ്വാസം വരുന്നതിന് എന്തിനാണ്? പരിശുദ്ധാത്മാവിനാണ്. അവൻ വിശ്വസിക്കുന്നത് ഏതിനാണ്? വിശ്വസിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എന്ത് തരുന്നത്? വിശ്വാസത്തെ ജനിപ്പിക്കുന്നത്. യേശു ക്രിസ്തു ദൈവപുത്രനാണ്. അവൻ ആ ദൈവപുത്രൻ ആര്? അവൻ വയസ്സിന്റെ 5-ാമത്തെ അവന്റെ 18 വയസ്സിലുള്ളത്. സ്നേഹത്തിൽ ഭയമില്ല. സ്നേഹത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. ഒന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ദൈവത്തിൽ ജനിക്കുന്നവരാരും ഒന്നും ചെയ്യുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞ ദൈവത്തിൽ ജനിക്കുന്നവരാരും പാപം ചെയ്യുന്നില്ല. അതിന്റെ അർത്ഥമാക്കുന്നത് പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്നും ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് പാപം ചെയ്യാതെ? തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദൈവത്തിൽ ജനിക്കുന്നവൻ പാപം ചെയ്യാതിരിക്കാൻ തന്നെത്താൻ സൂക്ഷിക്കും. ഈ തന്നെത്താൻ സൂക്ഷിക്കാത്തതായ ദൈവത്തിൽ നിന്ന് ജനിക്കാത്തത് 3 മാർക്കുകൾ. ദൈവത്തിന് ജനിക്കാത്തത് താൻ സൂക്ഷിക്കാത്തത്. ദൈവത്തിന് ജനിച്ചോ ഈ താൻ സൂക്ഷിക്കും. എന്നുവെച്ച് നിനക്ക് ഭവിക്കണോ? ഒരിക്കലും ഒരു തെറ്റോ വീഴ്ചയോ ഭവിക്കത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം. അപ്പാവനെ അപ്പത്തനെ യോഹന മറ്റൊരു ഭാഗത്ത് പറയുന്നത് നാം പാപം ചെയ്താലോ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു വന്ന നീതിമാനായ ഒരു കാര്യത്തിൽ പിതാവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ഉണ്ട്. ദൈവത്തിൽ നിന്ന് ജനിച്ച നിനക്ക് വേണ്ടി അവസരം പറ്റിയാൽ, പെട്ടെന്ന് സംഭവിച്ചാൽ, അവസരത്താൽ നീ പാപം ചെയ്തു പോയാൽ നിനക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ്, ഇംഗ്ലീഷ് വഴി പറയുന്നത് വി ഹാവ് an advocate. നമുക്കൊരു വക്കീലുണ്ട്. എന്തിനു വേണ്ടി? നമുക്ക് വേണ്ടി വാദിക്കാം. ദൈവം നീതിമാനായ ന്യായാധിപതിയാണ്. അവൻ ജഡ്ജിന്റെ നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്. അവന്റെ അവൻ അടുത്ത വക്കീലായ യേശു ക്രിസ്തു ചെയ്യുന്നു. യേശുവാണ് വാദിക്കുന്നത്. രക്തം നമുക്ക് വേണ്ടി വാദിക്കാം. യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പാപം ചെയ്തവളാണോ? ദൈവത്തിൽ ജനിച്ചിരിക്കുന്നവനായ ഒരുനാളും പാപം ചെയ്യുന്നില്ല. അവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ദൈവത്തിൽ ജനിച്ച ഒരു കുഴപ്പമുണ്ട്. ദുഷ്ടൻ തൊടാൻ പറ്റില്ല. ദൈവത്തിൽ ജനിച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല. ദുഷ്ടൻ പിന്നെ തൊടാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥമാക്കി? നാം ദൈവത്തിൽ നിന്നുള്ളവരെന്ന് നാം അറിയാം. അറിയാവുന്നവർ മാത്രം എന്തറിയാതെ ദൈവത്തിൽ നിന്നുള്ളവരെന്ന്. ഞാൻ ദൈവത്തിൽ നിന്നുള്ളവൻ. ലോകത്തോട് പറയാം, ലോകമേ നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെ നിന്നുള്ളതാ? ഞാൻ തോട്ടോരം എന്നുള്ളതല്ല. ഞാൻ ഉന്താനം ചാടലിൽ വന്നതല്ല. ഞാൻ എവിടെ നിന്നതാ? ദൈവത്തിൽ നിന്ന് വന്നതാ. ഉന്താനം ചാടുന്ന വന്നതാണ് ഈ തോൽപ്പിക്കാൻ എളുപ്പമാണ്. തോട്ടോരത്തിനാണ് വന്നത് എളുപ്പമാണ്. അല്ലേ? നമ്മൾ എവിടെ വന്നത്? ദൈവത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് ലോകത്തിലൊക്കെ പറഞ്ഞു, ലോകമേ പിശാചേ, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനാ. നിനക്കെന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. നിനക്കെന്നെ തൊടാൻ പോലും പറ്റത്തില്ല. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഒരു കറുത്ത കോഴിയും കൂടെ അപ്പുറത്തെ പോയത് കാര്യം കംപ്ലീറ്റ് തകട പറഞ്ഞു. ആ കോഴിയെ കൊണ്ടത് കാര്യം കിട്ടിയിരുന്നു. അത്രേ സമയം ഉണ്ടായിരുന്ന വെളിപ്പാട് പോയി. ഹല്ലേലൂയ. എഴുതി കാണുമ്പോൾ പോകുന്ന വെളിപ്പാടല്ല ദൈവത്തിന്റെ വെളിപ്പാട്. പണക്കാൻ കേട്ടാൽ പോകുന്ന വെളിപ്പാടല്ല ദൈവത്തിന്റെ വെളിപ്പാട്. അങ്ങനെ സമൃദ്ധി കാണുമ്പോൾ ഭയപ്പെടുന്ന നനയ്ക്കുന്ന വെളിപ്പാടല്ല ദൈവത്തിന്റെ വെളിപ്പാട്. ദൈവത്തിൽ നിന്നുള്ളതാ. നിന്നെ ജയിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. നിന്നെ തൊടാൻ നിർത്താൻ കഴിയത്തില്ല. ഒരു പക്ഷേ അല്പസ്വല്പം കാറ്റിൽ ബോളുകളൊക്കെ അടിച്ചെന്നിരിക്കും. പക്ഷേ ആ കാറ്റിനെയും ബോളിനെയും കീഴടക്കാനുള്ള അധികാരം യേശുക്രിസ്തു കാറ്റിൽ നല്ലവയെ അടക്കിയപ്പോൾ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന കർത്താവേ, നീ സാക്ഷാൽ ദൈവപുത്രനാണ്. നീ ദൈവപുത്രൻ നല്ല സംശയമില്ല. ഇവിടെ പറഞ്ഞേ, തനിക്ക് നേരെ ആചരിച്ച കാറ്റിനെ
താൻ ശാന്തമാക്കി. തനിക്ക് നേരെ വന്ന പ്രതികൂലത്തെ താൻ നിർമൂലമാക്കി. തനിക്ക് നേരെ വന്ന പിശാചിനെ താൻ പരാജയപ്പെടുത്തി. തനിക്ക് നേരെ വന്ന പ്രശ്നത്തിൽ ഓടിപ്പോകാതെ നിന്ന് അതിനെ ഇല്ല. അപ്പോൾ ലോകം പറയുക, ശിഷ്യന്മാർ പറയുക, നീ സാക്ഷാത്കരിക്കപ്പെടുന്നു. ദൈവപുത്രൻ പ്രശ്നം കണ്ട് ഓടിപ്പോകുന്നവനല്ല. ഇങ്ങനെ പറഞ്ഞു, എന്നെ പോലെ ഒരുവൻ ഓടിപ്പോകുമോ? കാരണം എന്താ? നമ്മയുടെ ഉറപ്പുണ്ട്. ആരാ നമ്മയുടെ കൊണ്ടുപോകുന്നത്? ഞാൻ ദൈവത്തിൽ നിന്ന് തിരിച്ചിരിക്കുന്നു. ദുഷ്ടനെ എന്നെ തൊടുവാൻ കഴിയത്തില്ല. ലോകത്തിന് എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. അടുത്ത വായിച്ചേ. സർവ്വലോകവും അതാണ് വിഷയം. ഈ ലോകത്തെ തോൽപ്പിക്കണമെന്ന് പറയുന്ന കാരണം എന്താ? ലോകം എന്തിനാ നിനക്കെതിരെ വരുന്നേ? ലോകം എന്തിനാ നിനക്കെതിരെ നിൽക്കുന്നേ? ലോകം എന്തിനാ നിന്നെ ഉപദ്രവിക്കുന്നേ? ലോകം എന്തിനാ നിന്നെ പ്രയാസപ്പെടുത്തുന്നേ? ലോകം എന്തിനാ നിന്നെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നേ? ലോകം ദുഷ്ടന്റെ കീഴിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു. ഹല്ലേലൂയ. ദൈവപുത്രൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാ? സത്യദൈവത്തെ അറിയാനുള്ള അറിവ് തരാൻ വേണ്ടിയിട്ട്. നമുക്കാർക്കും സത്യദൈവം ആരെന്ന് അറിയത്തില്ലായിരുന്നു ഒരു കാലം. അറിയാമായിരുന്നു. നമുക്കറിയാമായിരുന്നു സത്യദൈവം ആരെന്ന് ഇല്ലായിരുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് സത്യദൈവം ആരെന്ന് അറിയാനുള്ള ഒരറിവ് നമുക്ക് തരാൻ വേണ്ടി. എത്ര പേർക്ക് മനസ്സിലായി? ഈ ഭാഗത്തുള്ള എത്ര പേർക്ക് മനസ്സിലായി? എന്നെ വലത് ഭാഗത്തുള്ളവർക്കായി മനസ്സിലായി. സത്യദൈവം ആരെന്ന് അറിയാനുള്ള അറിവ് തരാൻ ആര് വന്നേ? ദൈവത്തിന്റെ പുത്രൻ വന്നേ. ഇവിടെ ഉള്ളവർ മനസ്സിലായി ചോദിക്കണം. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യദൈവം ഈ ലോകത്തിൽ ഉണ്ട്. എന്നാൽ സത്യദൈവം ആരെന്ന് നിന്നെ അറിയിക്കുവാൻ ആര് വന്നേ? ദൈവപുത്രൻ ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. നമ്മൾ ആരായിരിക്കുന്നത്? നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിലാകുന്നു. ദൈവത്തിൽ നിന്നുള്ള യേശുക്രിസ്തുവിലാണ് നമ്മളുള്ളത്. ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ വായിക്കുന്നത് അവൻ ആര്? യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തു ആരാ? സത്യദൈവവും നിത്യജീവനും. അവിടെ കൊണ്ട് യോഹന്നാൻ കണ്ടു. അവിടെ കൊണ്ട് യോഹന്നാൻ എന്ത് ചെയ്തു? ഫിനിഷ് ചെയ്തു. ദൈവപുത്രനാണ് മറ്റൊരു തെളിവ് എന്ന വെളിപ്പാട് ശരിക്കും ലഭിച്ച അപ്പോസ്തലന്മാർക്ക് ഒരാള് യോഹന്നാൻ, മറ്റേയാള് അപ്പോസ്തലൻ പൗലോസാണ്. ഈ രണ്ട് അപ്പോസ്തലന്മാർക്കുമാണ് ദൈവപുത്രൻ എന്ന വെളിപ്പാട് എന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ ശരിക്കും ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോസ്തലനായ പൗലോസിനും അപ്പോസ്തലനായ യോഹന്നാനും. ഞാൻ എഴുതുക, ദൈവപുത്രനും അമ്മയെന്നും സത്യദൈവത്തെ അറിയാൻ നിങ്ങൾക്ക് ഞാൻ വിവേകം ബുദ്ധി തന്നു. വിവേകം സത്യദൈവത്തെ അറിയുന്നതാണ് വിവേകം. ബുദ്ധിയുള്ള ആളെ മാറുന്നത് എപ്പോഴാ? അറിയാൻ സത്യദൈവത്തെ അറിയുമ്പോഴാണ് ബുദ്ധിയുള്ള ആളായിട്ട് മാറുന്നത്. അതുവരെ ആളല്ല. എത്ര ബുദ്ധിയുള്ള ആളെന്ന് ലോകം പറഞ്ഞാലും ബൈബിൾ പറയുന്നത് ബുദ്ധിയുള്ള ആളല്ല, ബോധനാണ്. ഹല്ലേലൂയ. സത്യദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ ആരെ മാറുകയാണ്? ബുദ്ധിയുള്ളവരെ മാറുക. ഇപ്പൊ നിങ്ങൾ ബുദ്ധിയുള്ളതല്ലേ? ബുദ്ധിയുള്ളവർ തന്നെ ദൈവത്തെ ചോദിക്കുന്നു. നമ്മൾ സത്യദൈവത്തെ അറിഞ്ഞിരിക്കില്ല. ആ സത്യദൈവമായ അവർ യേശുക്രിസ്തുവ. അടുത്തവർ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഹല്ലേലൂയ. ഈ അറിവ്, ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളാരെ മാറും? ലോകത്തെ ജയിക്കുന്നവരെ. ഹല്ലേലൂയ. ഈ ലോകത്തെ ജയിക്കുന്ന വിഷയം അത് പരിശുദ്ധാത്മാവിന്റെ വിഷയമാണ്. നമ്മുടെ തലമുറകളിൽ നമുക്ക് വേണ്ടിട്ട് നിൽക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് നമ്മുടെ മേൽ പകരുവാനൊരു അഭിഷേകമായി കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ മേൽ പകരുവാനൊരു അഭിഷേകത്തിന്റെ ആവശ്യമായി കർത്താവ് നമ്മളെ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ദൈവപുത്രന്റെ അഭിഷേകം. ആ ദൈവപുത്രൻ
ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ മേൽ വരുമ്പോൾ, ദൈവത്തിന്റെ വെളിപ്പാടിന്റെ മേൽ വരുമ്പോൾ നീ ലോകത്തെ ജയിക്കുന്നവനായി ജയിക്കുന്നവൻ. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം. ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ പകൽക്കാലം ചിലരുടെ മേൽ അഭിഷേകത്തെ പകരുവാൻ ആഗ്രഹിക്കില്ല. ചിലരുടെ പകൽക്കാലം പിന്നീട് അഭിഷേകത്തെ തരുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആളുകളെത്തോളം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഓ ജയാലി, ഞാൻ ജയാലി, ഞാൻ ലോകത്തെ ജയിച്ചവനാണ്. സാത്താനും അവന്റെ തന്ത്രങ്ങളെ, സാത്താനും അവന്റെ ആയുധങ്ങളെ ഞാൻ ജയിച്ചിരിക്കുന്നു. അവനെ താല്പര്യമില്ലാണെന്ന് എത്ര പേർ പകൽക്കാലം ധൈര്യത്തോടെ പറയും. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തെ നന്ദിയോട് സ്തുതിച്ചാട്ടെ. അതിനകം തുറക്കപ്പെടട്ടെ. നിങ്ങളുടെ മുമ്പിലുള്ള ലോകത്തോട് പറ, ലോകം എനിക്ക് തന്നെ വേണ്ട. എല്ലാവരും പറഞ്ഞേ, ലോകം എനിക്ക് തന്നെ വേണ്ട. ലോകം എനിക്ക് തന്നെ വേണ്ട. എനിക്ക് വേണ്ട ദൈവത്തിന്റെ രാജ്യമാണ്. ദൈവത്തിന്റെ രാജ്യമാണ് എനിക്ക് വേണ്ട. ലോകം എനിക്ക് വേണ്ട. എനിക്ക് ഒന്നും വേണ്ട. എല്ലാവരും അവൻ അറിയുന്ന പാട്ട് പാടുമ്പോൾ പാടി സ്വകാര്യത സമർപ്പിക്കാൻ എല്ലാവരും ചേർന്ന് പാടി എത്രത്തോളം ധൈര്യം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ
ജയിക്കുന്ന ജയം നിങ്ങൾക്ക് വിശ്വാസത്തായി, ലോകത്തെ ജയിക്കൊണ്ടതായ വിശ്വാസമുള്ളവരായി, ലോകത്തെ ജയിക്കത്തക്ക വിശ്വാസമുള്ളവരായി നിങ്ങളെ പരിവർത്തനം ചെയ്യും. ലോകം പറയും പണം തരാം, ഭവനം തരാം, നിനക്ക് പ്രശസ്തി തരാം, നിനക്ക് ഭവനം തരാം, ഉന്നത സ്ഥാനങ്ങൾ തരാം. നീ പറയുന്നത് ലോകമേ നിന്നെ എനിക്ക് വേണ്ട, ലോകമേ നിന്നെ എനിക്ക് വേണ്ട, ലോകമേ നിന്നെ എനിക്ക് വേണ്ട. നിനക്ക് എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയാം. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തെ ജയിച്ച ദൈവം, ഞാൻ വിശ്വസിക്കുന്നത് ലോകത്തെ ജയിച്ച ദൈവമുണ്ട്. അവന്റെ പേര് കർത്താവായ യേശു ക്രിസ്തുവേ. എന്നിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്, ക്രിസ്തുവിൽ വ്യാപരിച്ച അഭിഷേകം. എന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ക്രിസ്തുവിൽ വ്യാപരിച്ച ശക്തിയുണ്ട്. അതുകൊണ്ട് ലോകത്തെ ജയിപ്പാൻ, ലോകത്തെ കീഴ്പ്പെടുത്തുവാൻ എനിക്ക് കഴിയും. ലോകത്തിന് എന്നെ ജയിപ്പാൻ കഴിയത്തില്ല. ഓ, വിശ്വാസത്തോടെ പകൽക്കാലം ഹൃദയങ്ങളിൽ ആ വെളിപ്പാട് ഉറപ്പിച്ചാട്ടെ. എന്നെ തോൽപ്പിക്കുവാൻ ലോകത്തിന് കഴിയത്തില്ല, ലോകത്തിന് എന്നെ പരാജയപ്പെട്ടുള്ള കഴിയത്തില്ല. Praise God. Thank you, Jesus. Thank you, Lord. സന്തോഷമുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെ ലോകത്തെ ജയിക്കാൻ പറ്റുമെന്നുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലോകത്തെ ജയിക്കാൻ അഭിഷേകം എന്റെ പേരുണ്ട്. ദൈവസഭ സമർപ്പിക്കപ്പെട്ട കാണികയും സ്തോത്ര പരിപാടികളെയും കർത്താവ് സഭത്തെ അനുഗ്രഹിക്കുന്നു. അതിനുള്ള നാളുകളിലും കർത്താവിന്റെ നാമം, കർത്താവിന്റെ അഭിഷേകം ലോകത്തെ ജയിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രാജ്യം, ദൈവരാജ്യം ലോകത്തെ സ്ഥാപിക്കുവാൻ നമ്മെ കർത്താവ് പ്രാപ്തരാക്കേണ്ടവരും അങ്ങനെ നല്ലതുകൊണ്ട് കടന്നുവന്നിരിക്കുന്ന സ്വയം ശാസി പ്രാർത്ഥിക്കുന്നു. Thank you, Jesus. നന്മകളും അനുഗ്രഹാശീർവാദങ്ങളും നാം ഓരോരുത്തരോടും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ വരവിട്ട് എന്നും കൂടെ ഇരിക്കപ്പെടുമാറാകട്ടെ. അതുകൊണ്ട് ദൈവം ഞാളെ നിനക്ക് നാമത്തിൽ